നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ ആശ്രയിച്ച് 110 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ ബ്രദറൻ കൺവെൻഷൻ ഇന്നയോളം തുടരുവാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മധ്യ തിരുവിതാംകൂറിലെ 128 സ്ഥലം സഭകൾ ചേർന്ന് നടത്തുന്ന ഈ കൺവെൻഷൻ ഈ വർഷം ക്രിസ്മസ് അവധിക്കാലത്ത് ഡിസംബർ 23 മുതൽ 30 തീയതി ഇന്ന് വരെ നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. എല്ലാ അനുകൂല സാഹചര്യങ്ങളും വഴികളും ഒരുക്കി തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നലെ രാത്രി യോഗം കഴിഞ്ഞ് സഹോദരന്മാർ ഭവനത്തിലെത്തിയതിനു ശേഷം മഴയെ അയച്ചു തന്ന് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടിരുന്ന വലിയ ചൂടിന് ദൈവം ഒരു ശമനം തന്നതോർത്തും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഡിസംബർ 23 തീയതി ഞായറാഴ്ച ആരംഭിച്ച 110ാമത് കൺവെൻഷൻ ഇന്ന് ഇവാഞ്ചലിസ്റ്റ് ജോസ് മാത്യൂസ് തിരുവന ശുശ്രൂഷ ചെയ്യുന്നതോടെ പര്യവസാനിക്കുകയാണ്. അത്യാവശ്യമായ ചില നന്ദിവാചകങ്ങളും പ്രസ്താവനവും നടത്തേണ്ടത് ആവശ്യമാണല്ലോ. വീണ്ടും ദൈവത്തിന് സകല നന്ദിയും സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. ദൈവം തന്റെ ദാസന്മാരെ അയച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ലഭിക്കാൻ തക്കവണ്ണം അനുവദിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭ ദിവസം മുതൽ ഈ മീറ്റിംഗ് വരെ അവർ നൽകിയ ദൂതുകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വർഷത്തെ വചനശുശ്രൂഷയെ ഓർത്ത് വിശേഷാൽ ഒരു വാക്ക് പറയേണ്ടതുണ്ടല്ലോ. ദൈവത്തിന്റെ ആത്മാവിന് ശക്തിയേറിയ പ്രവർത്തനം മൂലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ലഭിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. വചനം ശുശ്രൂഷിച്ച കർത്തദാസന്മാരായ എം സഖറിയ, ഡോക്ടർ ON സാമുവേൽ, ജോസ് മാത്യു, വർഗീസ് കുര്യൻ, ചാണ്ടപ്പിള്ള ഫിലിപ്പ്, ജോൺ കുര്യൻ, ജോർജ് മാത്യു എന്നീ കർത്തദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരോട് നന്ദി കൺവെൻഷൻ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഡിസംബർ 24 തിങ്കൾ മുതൽ 29 ശനി വരെ ക്രിസ്തുവിന്റെ കന്യകാചരണം എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി ചാണ്ടപ്പിള്ള ഫിലിപ്പ് വളരെ ഗൗരവമേറിയ ബൈബിൾ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്തദാസരോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അനേകർ ഈ വർഷത്തെ ബൈബിൾ ക്ലാസ് വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതോർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബൈബിൾ ക്ലാസ്സിന് നോട്ട്സ് കൗണ്ടറിൽ ലഭിക്കുന്നതാണ്. തിങ്കളാഴ്ച പകൽ 10:30 മുതൽ 2 മണി വരെ SBS സൗത്ത് ഡിവിഷന്റെ പ്രത്യേക യോഗങ്ങൾ നടന്നു. അനേക കുഞ്ഞുങ്ങൾ ഈ മീറ്റിംഗിൽ സംബന്ധിച്ചു. ചുമതലപ്പെട്ട സഹോദരന്മാരെ നന്ദി അറിയിക്കുന്നു. ചൊവ്വാഴ്ച നടന്ന സുവിശേഷന്മാരുടെ യോഗത്തെപ്പറ്റിയും പ്രസ്താവിക്കട്ടെ. നാം കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ എല്ലാ സുവിശേഷകന്മാരെയും തുടർന്ന് തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പോയി കർത്തവ്യവേല ചെയ്യുന്ന മലയാളികളായ സുവിശേഷകന്മാരെയും പങ്കെടുപ്പിച്ച് പ്രത്യേക യോഗങ്ങൾ നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തിരുന്നു. ഈ വർഷം ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സുവിശേഷന്മാരെ നാം പ്രത്യേകം ക്ഷണിച്ചിരുന്നു. അവിടെ നിന്നുള്ള സുവിശേഷന്മാർക്ക് പുറമെ കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമായി 300ഓളം സുവിശേഷന്മാർ ചൊവ്വാഴ്ച നടന്ന പ്രത്യേക സംബന്ധിച്ചുള്ള കാര്യവും വിശേഷാൽ അറിയിക്കുന്നു. ബുധനാഴ്ച സഹോദരന്മാരുടെ പ്രത്യേക കൂടിവരവും വ്യാഴാഴ്ച മിഷണറി മീറ്റിംഗ് നടത്തുവാൻ തക്കവണ്ണവും കർത്താവ് സഹായിച്ചു. ശനിയാഴ്ച രാവിലെ 10:30 to 1:30 വരെ കുടുംബസംഘവും നടക്കുകയുണ്ടായി. തിരുവചന സത്യങ്ങളിലേക്കുള്ള മടങ്ങിയവർ, ബാക്ക് ടു ദ ബൈബിൾ മാത്രമാണ് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരമെന്ന് വ്യക്തമാക്കപ്പെട്ടു. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുകയും ശുശ്രൂഷ ചെയ്ത സഹോദരന്മാരുടെ നന്ദി വിശേഷം അറിയിക്കുന്നു. ഇംഗ്ലീഷിൽ നടത്തിയ മെസ്സേജസിന്റെ പരിഭാഷ ചെയ്ത സഹോദരന്മാരെ തോമസ് ജേക്കബ്, ബിനു സാമുവേൽ, KM മാത്യു എന്നീ സഹോദരന്മാരോട് നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. കൺവെൻഷൻ തുടരുന്നതിന് തൊട്ടു മുമ്പിലുള്ള വെള്ളിശ്ശേരി എന്നീ ദിവസങ്ങളിലും കൺവെൻഷൻ ആരംഭിച്ച തിങ്കൾ മുതൽ ശനി വരെയുള്ള എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകുന്നേരം വരെ 25 സ്ഥലങ്ങളിലായി പരസ്യയോഗം നടത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. യാതൊരു പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകാതെ ദൈവം സഹായിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാ സുവിശേഷന്മാരെയും തങ്ങളുടെ വാഹനം, ജനറേറ്റർ, സൗണ്ട് സിസ്റ്റം എന്നിവ ഉപയോഗിക്കാൻ അനുവദിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കൺവെൻഷന്റെ അനുഗ്രഹ നടത്തിപ്പിനായി സഹായിച്ച എല്ലാവരെയും ഈ സമയത്ത് വിശേഷാൽ ഓർത്ത് നന്ദി അറിയിക്കുന്നു. ദൈവം അവർ ചെയ്ത എല്ലാ യത്നങ്ങളിലും അവരെ അനുഗ്രഹിക്കട്ടെ. പബ്ലിസിറ്റിക്കായി ബന്ധപ്പെട്ട
സഹോദരന്മാർ, യുവ സഹോദരന്മാർ രാത്രി 10 മണി മുതൽ വെളുപ്പിന് 5 മണി വരെ ഈ സ്ഥലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റേഴ്സ്, ഫ്ലെക്സ് തുടങ്ങിയവ ഫിക്സ് ചെയ്യുവാൻ തക്കവണ്ണം സഹായിച്ചു. അതുകൂടാതെ കൺവെൻഷന്റെ അനുഗ്രഹത്തിനു വേണ്ടി ചെയിൻ ബ്രേക്ക് നടത്തുവാൻ തക്കവണ്ണം സഹായിച്ചു. ആ കാര്യങ്ങൾക്ക് ചുമൽ വഹിച്ച സഹോദരന്മാരെയും വിശേഷാൽ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 1 വർഷക്കാലം 9 സ്ഥലം സഭകളിൽ വെച്ച് കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി എല്ലാ 3-ാം ഞായറാഴ്ചയും 3:30 മണി മുതൽ അനേക സഹോദരന്മാർ കടന്നുവന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അവരെയും പ്രാർത്ഥനയ്ക്കായി സഭാഹോൾ ഉപയോഗിക്കാൻ അനുവദിച്ച സ്ഥലം സഭകളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷം കല്ലിശ്ശേരി, കുറിയന്നൂർ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് സംയുക്ത സഭായോഗം നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. സ്ഥലം സഭകളെയും വചനശുശ്രൂഷ ചെയ്ത സഹോദരന്മാരായ ജോൺസൺ റോയ്, ബിജു മാത്യു എന്നിവരെയും വിശേഷാൽ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഗാനശുശ്രൂഷയുടെ കാര്യം ഞാൻ പ്രസ്താവിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഈ വർഷവും നമ്മുടെ സഹോദരന്മാർ മനോഹരമായ രീതിയിൽ ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അതിനുവേണ്ടി മുൻകൈയെടുത്ത സഹോദരൻ സാമുൽ ഫിലിപ്പിനെ ഓർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ ഗാനങ്ങൾ മനോഹരമായി പ്രിന്റ് ചെയ്ത് സൗജന്യമായി പ്രിന്റ് ചെയ്ത് തന്ന കല്ലിശ്ശേരി കുത്തേത്ത് ഓഫീസർ പ്രിന്റിംഗ് പ്രസിനോടും അതിന്റെ ചുമതലക്കാരനായ സഹോദരൻ AC ഐസക്കിനെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ വർഷത്തെ വിവിധങ്ങളായ പ്രിന്റിംഗ് മാറ്റേഴ്സ് മനോഹരമായി പ്രിന്റ് ചെയ്ത് തന്ന ലിജോ പ്രിന്റേഴ്സ്, അതിന്റെ ചുമതലക്കാരനായ ജോസഫ് മാത്യു, പുല്ലാട് ക്രിയേറ്റീവ് പ്രസ് എന്നിവരെയും DTP വർക്ക്ഷോപ്പ് ഭംഗിയായി ചെയ്തവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൺവെൻഷനോട് ബന്ധപ്പെട്ട് വിധമായ ശുശ്രൂഷ ചെയ്ത അനേക സഹോദരന്മാരുണ്ട്. കഴിഞ്ഞ 1 ആഴ്ചക്കാലം വളരെ ടേസ്റ്റുള്ള രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് സഹായിച്ച പൊടിയൻചേട്ടൻ ആൻഡ് ടീം, അതിന് ചുമതല വഹിച്ച സഹോദരന്മാരായ CM ചാക്കോ, ഷാജി K മാമൻ എന്നിവരെയും നന്ദി അറിയിക്കുന്നു. കൺവെൻഷന്റെ പന്തൽ നിർമ്മാണം, കസേരകൾ തുടങ്ങി തന്ന് സഹായിച്ച ബെന്നി തോമസ് ആൻഡ് ടീമിനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പന്തൽ ഗ്രൗണ്ട് വൃത്തിയാക്കുവാനും അതുപോലെ തന്നെ കസേരകൾ ക്രമീകരിക്കുവാനും സഹായിച്ച സുവിശേഷന്മാർ, യുവാക്കന്മാർ, പ്രത്യേകിച്ച് കുമ്മനാട് സഭയിലെ യുവ സഹോദരന്മാർ എന്നിവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കുമ്മനാട് സഭാ ഹാൾ, മെസ് ഹാൾ പരിസരങ്ങൾ എന്നിവ ഉപയോഗിക്കുവാനും ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുവാനും അനുവദിച്ച കുമ്മനാട് സഭ, ബൈബിൾ സ്കൂളിൽ താമസിക്കാൻ തക്കവണ്ണം അനുവാദം തന്ന ബൈബിൾ സ്കൂളിലെ ചുമതലക്കാർ, അതുപോലെ ബൈബിൾ സ്കൂളിലെ സ്റ്റാഫ്, സ്റ്റുഡൻസ്, നോയൽ ഗസ്റ്റ് ഹൌസ്, സ്റ്റുവേർഡ് ഹൌസ് എന്നിവ ഉപയോഗിക്കുവാൻ അനുവദിച്ച സ്റ്റുഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, കാർ പാർക്കിംഗ് അനുവദിച്ച NM ഹൈസ്കൂൾ ആൻഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജ്മെന്റ് എന്നിവരുള്ള നന്ദി അറിയിക്കുന്നു. ഈ വർഷം പുതുതായി ഒരു ശുശ്രൂഷ ഞാൻ ചെയ്ത കാര്യം സന്തോഷത്തെ ഉറപ്പിക്കട്ടെ. TMM ഹോസ്പിറ്റലിന്റെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വക ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ 3 PM to 6 PM നടത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അനേകർ ഈ ക്യാമ്പിൽ വരികയും മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഈ കാര്യത്തിൽ സഹായിച്ച TMM ഹോസ്പിറ്റൽ അധികൃതർ, നഴ്സുമാർ, ഡോക്ടേഴ്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരെയും ഉള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ചൊവ്വാഴ്ചയും ഇന്നലെ വൈകുന്നേരവും കൺവെൻഷന് കടന്ന എല്ലാവർക്കും TMM ഹോസ്പിറ്റൽ വക 2013 കലണ്ടർ അവർ വിതരണം ചെയ്ത കാര്യവും സന്തോഷത്തോടെ ഓർപ്പിക്കുന്നു. ഈ ക്യാമ്പ് നടത്തുവാൻ തക്കവണ്ണം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിട്ടുതന്ന ചുമതലപ്പെട്ട സഹോദരന്മാരെയും നന്ദി അറിയിക്കുന്നു. പോലീസ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ശുശ്രൂഷ നടത്തുവാൻ കഴിയില്ലല്ലോ. അതിനുവേണ്ടി വളരെ അധ്വാനിച്ച പ്രിയപ്പെട്ടവരുണ്ട്. കേരള ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ പോവുകയും ഈ പേപ്പേഴ്സ് ശരിയാക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയും ആ ഡിപ്പാർട്ട്മെന്റ് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സൗണ്ട് സിസ്റ്റം, ഇലക്ട്രിസിറ്റി എന്നീ കാര്യങ്ങൾ ബന്ധപ്പെട്ട് ചുമതലപ്പെട്ടവരെയും നന്ദി അറിയിക്കുന്നു. ഈ വർഷവും കൺവെൻഷൻ എല്ലാ പരിപാടികളും ലൈവായി ടെലികാസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി രാവിലെയുള്ള ബൈബിൾ ക്ലാസ് മുതൽ പകലും രാത്രിയുള്ള എല്ലാ പരിപാടികളും ലൈവായി ടെലികാസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ചുമൽ കൊടുത്ത ബ്രദറൻ ന്യൂസ് സ്റ്റാഫിനുള്ള നന്ദി അറിയിക്കുന്നു. ഈ യുവ സഹോദരന്മാരെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുകൂടാതെ റേഡിയോ മന്നയിലൂടെയും രാത്രിയുടെ ദൈവം പ്രക്ഷേപണം ചെയ്യുവാൻ തക്കവണ്ണോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൺവെൻഷന്റെ അനുഗ്രഹമായ നടത്തിപ്പിന് കാരണം ദൈവമക്കളുടെ സ്നേഹനിർഭരമായ സഹകരണവും പ്രാർത്ഥനയുമാണ്. അനേകർ പ്രാർത്ഥിച്ചു, സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു. കമ്മിറ്റി അംഗങ്ങൾ ഐകമത്യത്തോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ഒരു കമ്മിറ്റി മീറ്റിംഗിൽ പോലും യാതൊരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാകാതെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏക മനസ്സോടെ ഈ കാര്യങ്ങൾ ക്രിസ്ത്യാനികൾ സഹകരിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്ഥലം സഭകൾ, കമ്മിറ്റി അംഗങ്ങൾ, വിവിധ കമ്മിറ്റി കൺവീനർമാർ,
ജോയിന്റ് കൺവീനേഴ്സ്, ട്രഷറർ എന്നിങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതിൽ ഹർത്താലുകൾ, കാലാവസ്ഥ, പ്രാതിനിധ്യം ഒന്നുമില്ലാതെ സഹായിച്ച ദൈവത്തിന് വീണ്ടും മഹത്വം അർപ്പിക്കുന്നു. കൺവെൻഷന്റെ എല്ലാ പ്രസംഗങ്ങളും അതായത് രാവിലത്തെ ബൈബിൾ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രോഗ്രാംസും MP3 CD-യിൽ റെക്കോർഡ് ചെയ്ത് നമുക്ക് വിതരണത്തിനായിട്ട് കൗണ്ടറിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ DVD-യും തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ ഈ കാലം അധ്വാനിച്ചവരുള്ള നന്ദിയും അറിയിക്കുന്നു. കേൾവിക്കാരില്ലെങ്കിൽ എന്തെല്ലാം ക്രമീകരണം ചെയ്താലും പ്രയോജനമില്ലല്ലോ. സാധാരണ കൺവെൻഷനേക്കാൾ അനേകർ കൂടുതലായി മീറ്റിംഗിൽ വന്ന് സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. കേട്ട ദൈവവചനം തുടർന്നും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഈ കൺവെൻഷന്റെ അനുഗ്രഹമായ നടത്തിപ്പിന് സഹായിച്ച ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം അല്ല എന്നും ദൈവനാമത്തോടുള്ള നന്ദി അറിയിക്കുവാനും ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഒരു പ്രത്യേക കാര്യം അറിയിക്കട്ടെ. കൺവെൻഷന് ശേഷം, നമ്മുടെ ലാസ്റ്റ് മെസ്സേജിന് ശേഷം പ്രാർത്ഥനയോടെ നാം പിരിഞ്ഞു പോവുകയാണ്. ഇന്ന് വന്ന് വചനം സൂക്ഷിച്ച നമ്മുടെ സഹോദരന്മാരെ പ്രാർത്ഥിച്ചയക്കേണ്ട ചുമതല നമുക്കുണ്ട്. കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഭക്ഷണത്തിന് ശേഷം 2 മണിയോടുകൂടി നോയൽ ഗസ്റ്റ് ഹൗസിൽ വന്നു ചേരണം. 2 മണിയോടെ അവരെ പ്രാർത്ഥിച്ചയക്കണം. മംഗലാപുരം വരെ ഡ്രൈവ് ചെയ്ത് പോകേണ്ട സഹോദരന്മാരൊക്കെ ഉണ്ട്. ആ കാര്യം ഓർത്തുകൊണ്ട് 2 മണിക്ക് തന്നെ നോയൽ ഗസ്റ്റ് ഹൗസിൽ കടന്നു വരുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയ്ക്കായുള്ള ചില വിഷയങ്ങൾ ഞാൻ അറിയിക്കട്ടെ. രോഗികളായ അനേകർ നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവരുടെയും പേരുകൾ പറയുവാൻ സാവകാശം വളരെ ഗുരുതരമായ നിലയിൽ കൂടെ കടന്നു പോകുന്ന ചിലരുടെ പേരുകൾ മാത്രം ഞാൻ അറിയിക്കട്ടെ. കുമ്മനാട് പാറമേൽ സഭയിലുള്ള KN ജോർജായൻ കഴിഞ്ഞ ചില മാസങ്ങളായി വളരെ ഗുരുതരമായ രോഗത്തിലൂടെ കടന്നു പോകുന്നു. ഇന്നലെ വീണ്ടും TMM ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രിയ KN ജോർജായനെ ഓർത്ത് പ്രാർത്ഥിക്കണം. കൊട്ടാരക്കരയുള്ള അയ്വാച്ചൻ സഹോദരൻ പ്രിയപ്പെട്ടവനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. തടിയൂരുള്ള PS തോമസ് കുട്ടി സഹോദരൻ, അദ്ദേഹവും കഴിഞ്ഞ ചില മാസങ്ങളായി വളരെ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പ്രിയ തോമസ് കുട്ടി സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കണം. കോയിപ്പുറം സഭയിലുള്ള KV തോമസ് സഹോദരൻ, മിസസ് ആലീസ് ജേക്കബ് എന്നിവരെയും മഴുക്കീറുള്ള KA ബാബു സഹോദരനെയും ഓർത്ത് പ്രാർത്ഥിക്കണം. കാങ്ങുംപുറയ സഭയിലുള്ള OB ജോർജ് സാർ കുമ്മനാട് NM സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഇപ്പോൾ പലതരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്നു. പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയും കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി അല്പസ്വരം പ്രയാസത്തോടെ കടന്നു പോകുന്നു. ആ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. ചില മീറ്റിങ്ങുകളുടെ വിവരങ്ങൾ പറയേണ്ടതുണ്ടല്ലോ. ആ കാര്യം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സുവിശേഷ മഹായോഗങ്ങൾ കിഴക്കൻ മുത്തൂർ ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് അങ്കണം ജനുവരി 1 ചൊവ്വ മുതൽ 5 വരെ എല്ലാ ദിവസവും വൈകിട്ട് 6:30 to 8:30 PM. പ്രസംഗകർ ചാൾസ് ജോൺ റാന്നി, KP ഹരിദാസ് തൃശൂർ, ഗാനശുശ്രൂഷ JP രാജൻ ആൻഡ് ടീം. ഗോസ്പൽ മ്യൂസിക് ഫെസ്റ്റ് ബ്രദറൻ സഭകളുടെ ആഭിമുഖ്യത്തിൽ പാമ്പാടി പഞ്ചായത്ത് സ്റ്റേഡിയം ജനുവരി 9 മുതൽ 11 വരെ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ 6 PM to 9 PM. പ്രസംഗകർ MM സക്കറിയ, ജോസ് മാത്യൂസ്, ജോൺ കുര്യൻ, ചാണ്ടപ്പിള്ള ഫിലിപ്പ്, ജോസ് മാങ്കുടി, ബിജു ആലടി. ഗായകസംഘത്തിന്റെ പാട്ടും ഉണ്ടായിരിക്കുന്നതാണ്. സുവിശേഷ മഹായോഗം കുണ്ടറ 2013 ജനുവരി 9 മുതൽ 13 ഞായർ വരെ പ്രസംഗകർ ജോൺ കുര്യൻ, ജോസ് മാങ്കുടി, ബിജു K ആലടി. കൊയറിന്റെ ഗാനശുശ്രൂഷ ഉണ്ടായിരിക്കും. ബുധൻ, വ്യാഴം കിഴക്കേ ഭാഗം ബ്രദറൻ സഭാ ഹാളിനും മുൻവശവും, വെള്ളി, ശനി, ഞായർ 6 മുറിക്കട YMCA ഓഡിറ്റോറിയത്തിലുമായിരിക്കും മീറ്റിംഗ് നടക്കുന്നത്. ബ്രദറൻ കൺവെൻഷൻ മല്ലപ്പള്ളിയിൽ സമീപ പ്രദേശങ്ങളിലുള്ള ബ്രദറൻ സഭകളുടെ ആഭിമുഖ്യത്തിൽ മല്ലപ്പള്ളി ടൗൺ ബ്രദറൻ സഭാങ്കണം, ബൈപ്പാസ് റോഡ്, അണിമ ആശുപത്രിക്ക് പിന്നിൽ 2013 ജനുവരി 23 മുതൽ 26 ശനി വരെ ദിവസവും വൈകിട്ട് 6:30 to 8:30. പ്രസംഗകർ മെസ്സേജ് ചാണ്ടപ്പിള്ള ഫിലിപ്പ്, ബിജു K ആലടി, PG ജെയിംസ് ആൻഡ് ജോൺ കുര്യൻ. അടൂർ പരുത്തപ്പാറ ബ്രദറൻ സഭയുടെ ആഭിമുഖ്യത്തിൽ 103ാമത് സുവിശേഷ മഹായോഗം, സ്ഥലം പരുത്തിപ്പാറ ബ്രദറൻ സഭാ ഹാൾ മൈതാനം 2013 ഫെബ്രുവരി 5 ചൊവ്വ മുതൽ 10 ഞായർ വരെ. സമയം ഈവനിംഗ് 6:30 to 9 PM. പ്രസംഗവേദിയിൽ മെസ്സേജ് ജോസ് മാങ്കുടി, ജോസ് മാത്യു ആൻഡ് ചാൾസ് ജോൺ. 18ാമത്
ബ്രദറൻ കൺവെൻഷൻ SPS ഫണ്ടിന്റെ ചുമതലയിൽ തെള്ളിയൂർ വരിക്കാനിക്കൽ സഭാ ഗ്രൗണ്ട് നടക്കുന്ന പന്തലിൽ 2013 ഫെബ്രുവരി 6 മുതൽ 10 ഞായർ ഉച്ചയ്ക്ക് 1 മണി വരെ മെസ്സേഴ്സ് ഡോക്ടർ PM ജോർജ് കുട്ടി, ബിജു ആലടി, വർഗീസ് കുര്യൻ, ചാണ്ടപ്പിള്ള ഫിലിപ്പ് എന്നിവർ വചനം ശുശ്രൂഷിക്കുന്നു. മറ്റു ചില അനൗൺസ്മെന്റുകളുണ്ട്. ഡോക്ടർ KC ജോൺസൺ, ഇവാഞ്ചലിസ്റ്റ് രാജൻ തോമസ്, ജോജോൺ എന്നിവർ രചിച്ച ക്രിസ്തീയ ഗാനങ്ങളടങ്ങിയ ഓഡിയോ CD നന്മയ്ക്കായി എല്ലാം എന്നുള്ള CD 80 രൂപയ്ക്ക് സ്റ്റാളുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇരുമ്പൂന്നിക്കര സഭയിൽ SPS B വിഭാഗം മാസയോഗം ജനുവരി 19 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഡോക്ടർ KC ജോൺസൺ വചനശുശ്രൂഷ ചെയ്യുന്നതാണ്. ചില പുസ്തകങ്ങളുടെ കാര്യങ്ങൾ കൂടെ അറിയിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോർജ് പീറ്റർ എഴുതിയ അഭിഷേകവും എന്നുള്ള പുസ്തകത്തിന്റെ പുതിയ കോപ്പി അവൈലബിൾ ആണ്. അദ്ദേഹത്തിന്റെ CD എത്ര സ്തുതിച്ചാലും എന്നുള്ള CD അവൈലബിൾ ആണ്. ജേക്കബ് V. ജോൺ പാറത്തോടിന്റെ ആത്മപ്രിയൻ, അദ്ദേഹത്തിന്റെ തന്നെ യേശുവിൻ നിത്യസ്നേഹം എന്നീ കാസറ്റുകൾ അവൈലബിൾ ആണ്. MS സക്കറിയാച്ചന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കിയുള്ള CD വിതരണത്തിന് അവൈലബിൾ ആണ്. സാത്താന്റെ രഹസ്യ ലോകം എന്നുള്ള പേരിൽ പ്രമോദ് തോമസ് എഴുതി വർഗീസ് കുര്യൻ അവറുകൾ അവതാരി എഴുതിയ പുസ്തകവും വിതരണത്തിനായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെ എല്ലാം ഓർത്തും നാം ഇവിടുത്തെ സ്തോത്രരാജയുടെ അനുഗ്രഹത്തിനായിട്ടും പ്രിയപ്പെട്ട ആഗസ്റ്റ് മാസം 12-ാം തീയതി ഇവിടെ വെച്ച് ഒഡീഷ വിളിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക സമ്മേളനം ചെങ്ങന്നൂർ താലൂക്ക് സുവിശേഷീകരണ കമ്മിറ്റിയുടെ ചുമതലയിൽ ബ്രദറൻ സഭാ ഹാളിൽ നടക്കുന്ന കാര്യവും ഓർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ വേറെ ചില കാര്യങ്ങളുണ്ട്. ബ്രദറൻ തിയോളജിക്കൽ കോളേജ് കല്ലിശ്ശേരിന്റെ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ജനുവരി 12 ഒഡീഷ വിളിക്കുന്ന ഏകദിന സമ്മേളനം. അന്ന് സംസാരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് CP മാത്യു, ഭുവനേശ്വർ ഒഡീഷ, ഇവാഞ്ചലിസ്റ്റ് ജോസഫ് മഷീദാസ്, ബർഗാര ഒഡീഷ, ഇവാഞ്ചലിസ്റ്റ് ജോൺ കുര്യൻ കോട്ടയം, ബ്രദർ MV സണ്ണി ദുബായ്. എമൗസ് മിനിസ്ട്രീസിന്റെ ഒരു നോട്ടീസുണ്ട്. ആ കാര്യങ്ങൾ ഇന്നലത്തെ മീറ്റിംഗിൽ പ്രസ്താവിച്ചിരുന്നുവല്ലോ. VK മാത്യു സാർ എഴുതിയ മിഷണറി നോവലും നോവൽ മെമ്മോറിയൽ സ്കൂളിൽ നിന്നുള്ള ഒരു പുസ്തകം വിൽപ്പനയ്ക്ക് സ്റ്റാളുകൾ അവൈലബിൾ ആണ്. ഈ വിഷയങ്ങളെല്ലാം ഓർത്തും സ്തോത്രരാഴ്ച ഓർത്തും ജോർജ് സാർ കടന്നു വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം 1:05 വരെയുള്ള സമയം കർത്താവിന്റെ ദാസൻ ജോസ് മാത്യു നമ്മോട് വനിൽ സംസാരിക്കുന്നതാണ്. പ്രിയ തോമസ് ജേക്കബ് സഹോദരൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ സ്വർഗപിതാവാം ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃ ദിവസം അടിയങ്ങൾക്ക് പ്രദാനം ചെയ്തതിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു. 110ാമത് കൺവെൻഷന്റെ സമാപന ദിവസമായ ഈ കർത്തൃ ദിവസം, ഈ വർഷത്തിന്റെ അവസാന കർത്തൃ ദിവസം, കർത്താവെ, അനേക ദൈവമക്കൾക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന്റെ സന്നിധിയിൽ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് അങ്ങേ ആരാധിക്കുവാൻ തക്കോണം ഇടയാക്കിയ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആരാധനയിൽ സംബന്ധിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കു വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കടന്നു വരുവാൻ തക്കോണം അവിടുന്ന് അവസരം കൊടുത്തു. അതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ വർഷത്തിന്റെ ആരംഭ കർത്തൃ ദിവസം ഈ മൈതാനത്ത് തന്നെ ഈ നിലയിൽ ഞങ്ങൾക്ക് കൂടി വന്ന് അങ്ങേ ആരാധിക്കുവാൻ തക്കോണം അവിടുന്ന് അവസരം ഒരുക്കി തന്നു. അതോർത്ത് സ്തോത്രം. എന്നാൽ അന്ന് ആരാധനയിൽ സംബന്ധിച്ച അനേക ദൈവമക്കൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല. അവരുടെ ശുശ്രൂഷകളൊക്കെ തികച്ച് കർത്താവിനോടൊപ്പം ഇന്ന് അവർ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾക്ക് വീണ്ടും ഒരു സാവകാശം കൂടി നൽകി തന്നതിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇവിടെ നടന്ന ഈ ഒരാഴ്ചത്തെ കൺവെൻഷന് വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എല്ലാ നല്ല അനുകൂല സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തന്ന് ഈ കൺവെൻഷൻ ഇത്രയും വിജയകരമായി സമാപിക്കുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കിയതിനു വേണ്ടി സ്തോത്രം. വചനം ശുശ്രൂഷിപ്പാൻ തക്കോണം
അവിടുത്തെ ശ്രേഷ്ഠദാസന്മാരെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചതിന് വേണ്ടി സ്തോത്രം. അവർക്ക് ധാരാളമായി ദൈവവചനം കൊടുത്തതിന് വേണ്ടി സ്തോത്രം. കർത്താവെ, ജനം കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കിയതിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദിവസം ഞങ്ങൾക്ക് ഈ നിലയിലൂടെ ആയിരിക്കാനിടയാക്കി അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പല അറിയിപ്പുകൾ, നോട്ടീസുകളൊക്കെ ഞങ്ങളിവിടെ വായിക്കുകയുണ്ടായി. കർത്താവെ, ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ അനേകർ രോഗികളാണ്, ദുഃഖിതരാണ്, ശാരീരിക ക്ഷീണം അനുഭവിക്കുന്നവരാണ്. കർത്താവെ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഞങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ, ആശ്വാസം കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പാറമേൽ, കുമ്പനാട് പാറമേൽ അസംബ്ലിയിലെ KM ജോർജ് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസൻ വളരെ ക്ഷീണിതനായിട്ട് TMMൽ കഴിഞ്ഞുകൂടുന്നു. നിന്റെ മകനെ അവിടുന്ന് ആശ്വാസവും സൗഖ്യവും കൊടുക്കുവാൻ പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഐവാച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകനും ശാരീരികമായി വളരെ ക്ലേശം അനുഭവിച്ച് കഴിഞ്ഞുകൂടുന്നു. നിന്റെ മകനെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണമേ. അതുപോലെ തടിയൂര്, കോയിപ്പുറം അസംബ്ലിയിൽ മറ്റ് പല ഭാഗങ്ങളിൽ രോഗത്താൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഞങ്ങളിവിടെ വായിച്ചു. ആ പ്രിയപ്പെട്ടവരെ എല്ലാം തിരുസന്നിധിയിലേക്ക് ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആശ്വാസവും സൗഖ്യവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ സ്ഥലങ്ങളിൽ നടക്കേണ്ടതായിട്ടുള്ള കൺവെൻഷന്റെ കാര്യം ഞങ്ങളിവിടെ പ്രസ്താവിക്കുകയുണ്ടായി. കർത്താവെ, ആ കൺവെൻഷൻ അതാത് സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ കർത്താവ് ഏറ്റവും അനുഗ്രഹമായ നിലയിൽ നടക്കുവാനും ആ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലുള്ള സകല ജനങ്ങൾക്കും ആശ്വാസത്തിനും സമാധാനത്തിനും രക്ഷയ്ക്കും ഒക്കെ കാരണമായി തീരുവാൻ ആ കൂടിവരവുകളൊക്കെ മുഖാന്തരമാക്കി തീർക്കണം എന്ന് ഞങ്ങളിങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതാത് കൺവെൻഷനുകളിൽ വചനശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന അവിടുത്തെ വിലയേറിയ ദാസന്മാരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ധാരാളമായി വചനം കൊടുത്ത് ആത്മാവിൽ നിറച്ച് സുവിശേഷം പറയുവാനിടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊക്കെയും സ്ഥലം സഭകൾക്ക് ഉണർവിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയും ഞങ്ങൾക്ക് വചനശുശ്രൂഷയുണ്ട്. വചനശുശ്രൂഷിക്കുന്ന അവിടുത്തെ ദാസനെ അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. പരിഭാഷപ്പെടുത്തുന്ന അവിടുത്തെ മകനെയും അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായിട്ടുള്ള കൃപ ധാരാളമായിട്ട് നൽകിക്കൊടുത്ത് ഇന്ന് കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ ജനങ്ങൾക്ക്, അവിടുത്തെ മക്കൾക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും പ്രത്യാശയ്ക്കും കാരണമായി തീരുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവിയിടയാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഇവിടെ ഈ കൂടിവരവിലെടുത്ത സ്തോത്രാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കൺവെൻഷന്റെ ആവശ്യത്തിന് വേണ്ടിയും KM ഫണ്ടിന് വേണ്ടിയും എടുത്തിരിക്കുന്ന സ്തോത്രാഴ്ചയിലേക്ക് കരങ്ങൾ നീട്ടിയ എല്ലാവിടുത്തെ മക്കളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ധാരാളമായി അവരെ അനുഗ്രഹിക്കുകയും എടുത്തിരിക്കുന്ന ധനം അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷനുള്ള ബന്ധത്തിൽ ഇതുവരെയും സഹകരിച്ച എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെയും അധ്വാനിച്ചവരെയും ഒക്കെ ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ആവശ്യമായ സ്വർഗീയ പ്രതിഫലം ധാരാളമായിട്ട് കൊടുത്ത് വരും ദിവസങ്ങളിലും ശുശ്രൂഷയ്ക്ക് വേണ്ട കൃപ കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനു വേണ്ടി സ്തോത്രം. ഞങ്ങളിനിയും ദൈവവചനത്തിന്റെ മുൻപിൽ ഇരിക്കട്ടെ. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, തിരുനാമം മഹത്വപ്പെടുത്തണം. യേശു രക്ഷാന്റെ പുനനാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയും കൃപയും ഉണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. I greet you all in the matchless name of our Savior, Lord Jesus Christ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. As we all know, we have come to the closing hour of a week-long festival of the Word of God. ഒരാഴ്ച വട്ടക്കാലം നീണ്ടു നിന്നതായ ഈ ആത്മീക ഉത്സവത്തിന്റെ അവസാന സമയത്തേക്ക് നാം വന്നിരിക്കുകയാണ്. I know we were all blessed, we were all enjoying the time that we were spending together. നാം ഒന്നിച്ച് ഇവിടെ ചെലവഴിച്ചതായ സമയം നാം എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നിട്ടുണ്ട്. We, some of the Lord's servants, it was a great privilege that we also could be staying together, discussing a lot of things together and doing this ministry as a teamwork. ഒരു ടീമായിട്ട് ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദേവദാസന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കുകയും ശുശ്രൂഷിക്കുകയും പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായതോർത്ത് സന്തോഷിക്കുന്നു. I would like to take this opportunity to thank the organizers of this convention on behalf of all the Lord's servants here, to thank you for your invitation, your love, your hospitality and all your fellowship. ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും വേണ്ടി ഈ കൺവെൻഷന്റെ സംഘാടകരോട് വളരെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ക്ഷണിക്കുകയും ഈ നിലയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് അനുവദിക്കുകയും ചെയ്തതിൽ.
We were not only preaching, we among ourselves could discuss and learn lot many things. ഞങ്ങൾ കേവലം പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല, ഞങ്ങൾ തന്നെ അനേക കാര്യങ്ങൾ പഠിക്കുന്നതിന് ഇടയായി തീർന്നു. This is a rare privilege that we get, and I definitely praise God that this kind of ministries should continue a long way until the coming of the Lord. ഇത് വളരെ ചുരുക്കമായി ലഭിക്കുന്നതായ സന്ദർഭങ്ങളാണ്. ഈ ശുശ്രൂഷ കർത്താവിന്റെ വരവരെയും തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. For our meditation this morning, as a concluding message for this series of meetings, I invite your attention to the book of 2 Chronicles chapter 7, and initially I would like to read verse 14. ഈ കൺവെൻഷന്റെ ഉപസംഹാര സന്ദേശം എന്നുള്ള നിലയിൽ നിങ്ങളുടെ ശ്രദ്ധയെ 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. If my people who are called by my name will humble themselves and pray and seek my face and turn from their wicked ways, then I will hear from heaven and will forgive their sin and heal their land. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. Probably a very familiar passage which we have read, heard several times in the past. നാം പല പ്രാവശ്യം കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ സുപരിചിതമായ വേദഭാഗമാണിത്. Solomon has built the house of the Lord, ശലോമോൻ യഹോവയുടെ ആലയം പണിതു കഴിഞ്ഞു. and a massive dedication service has taken place there. അതിന്റെ മനോഹരമായ ഒരു സമർപ്പണ ശുശ്രൂഷയും താൻ ചെയ്തു. He spoke to the people in detail. വളരെ വിശദമായി താൻ ആളുകളോട് സംസാരിച്ചു. He made an elaborate prayer for the blessing of the Lord upon the building. ആ കെട്ടിടത്തിന്റെ മേൽ വലിയവനായ ദൈവത്തിന്റെ അനുഗ്രഹത്തെ ആഗ്രഹിച്ചുകൊണ്ട് വളരെ വിശാലമായ ഒരു പ്രാർത്ഥന താൻ നടത്തി. And in chapter 6 he specifically asked the Lord that his blessings and his glory may always dwell in that place. 6-ാം അധ്യായത്തിൽ വലിയവനായ ദൈവത്തിന്റെ മഹത്വവും സാന്നിധ്യവും ആ കെട്ടിടത്തിന്മേൽ നിർബാധം ഉണ്ടായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Now when we come to verse 12 of chapter 7 that we were reading, ഈ 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ we see God is positively answering the prayer of Solomon. ശലോമോന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം അനുകൂലമായ മറുപടി നൽകുന്നതായി നാം കാണുന്നു. He said, I will hear your prayer, my blessing and my glory shall be always here. ആ വലിയവനായ ദൈവം പറയുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ കെട്ടിടത്തിന്റെ മേൽ എന്റെ അനുഗ്രഹവും എന്റെ സാന്നിധ്യവും ഞാൻ വെക്കും. But God is putting certain conditions there. എന്നാൽ ചില ഉപാധികൾ ദൈവം അവിടെ വെക്കുന്നതായി നാം കാണുന്നു. Now the phrase that caught my attention for this morning's message, ഇന്ന് രാവിലത്തെ സന്ദേശത്തിനു വേണ്ടി എന്റെ ശ്രദ്ധ ആകർഷിച്ചതായ വേദഭാഗം, my people who are called by my name. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം എന്നുള്ളതാണ്. And I would like to title this message as my people called by my name. ഇന്നത്തെ സന്ദേശത്തിന് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം എന്നുള്ള ശീർഷകം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. How great a name that is was our meditation all through the past week. കഴിഞ്ഞ ഒരാഴ്ചയിലെ നമ്മുടെ ചിന്താവിഷയമായിരുന്ന ആ അതിശ്രേഷ്ഠമായ നാമം, and there is no other name which is equivalent to this name. ആ നാമത്തിന് തുല്യമായി മറ്റൊരു നാമവുമില്ല. This is an ancient name which existed right from the beginning. ആദി മുതൽ ഉണ്ടായിരുന്ന അതിപുരാതനമായ നാമം. But as the time progressed, God found a group of people who were called by that name. എന്നാൽ കാലത്തിന്റെ നീക്കത്തിൽ ആ ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടതായ ഒരു ജനത്തെ ദൈവം കണ്ടെത്തുകയാണ്. And here is Solomon standing as a representative of those people who are called by his name. അങ്ങനെ ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടതായ ആളുകളുടെ പ്രതിനിധിയായിട്ട് ശലോമോൻ ഇവിടെ നിൽക്കുന്നതായി നാം കാണുന്നു. And now when God is talking back to Solomon, ഇപ്പോൾ ദൈവം ശലോമോനോട് സംസാരിക്കുമ്പോൾ, my people who are called by my name. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. So the people of God are called by his name. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടവരാണ്. That's the greatest privilege for those people. അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ ഏറ്റവും വലിയ പദവി. He is talking to Solomon, who is the king over the Israelites. ഇസ്രായേലിന്റെ രാജാവായ ശലോമോനോടാണ് ദൈവം സംസാരിക്കുന്നത്. It is the people whom God has specifically chosen and decided to be their God. വളരെ പ്രത്യേകമായി ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത, താൻ അവരുടെ ദൈവമായിട്ട് ഇരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തതായ ജനമാണ് അവർ. And he has given his name to them that they may have an identity in the world that they were living. അവർ ജീവിക്കുന്ന ഈ ലോകത്തിൽ അവർക്കൊരു പ്രത്യേകമായ വ്യക്തിത്വം ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവം തന്റെ നാമം അവർക്ക് നൽകുകയാണ്. When we think about the name of God,
നാം ദൈവത്തിന്റെ നാമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, especially in the Old Testament, we don't find a specific name by which we can call him. ദൈവത്തെ നമുക്ക് വിളിക്കുവാൻ ഒക്കുന്നതായ ഒരു പ്രത്യേകമായ നാമം പഴയ നിയമത്തിൽ നാം കാണുന്നില്ല. We know the incident when Moses asked the Lord, what shall I say your name is? നിന്റെ നാമം എന്തെന്ന് ഞാൻ പറയണമെന്ന് മോശ ചോദിക്കുന്നതായ ആ കാര്യം നമുക്കറിയാം. Obviously that was the time when the people were mingling with the world outside, with the Gentiles. പുറം ലോകത്തിലുള്ളതായ ജാതികളുമായി ദൈവജനം വളരെ ഇടകലർന്ന് ജീവിച്ചതായ ഒരു സമയമായിരുന്നു അത്. They had already come across with different kinds of gods with different names in those days. വിവിധ നാമങ്ങളുള്ള വിവിധ ദേവന്മാരുമായി ഇടകലർന്നവർ ജീവിക്കുകയായിരുന്നു. And if Moses was to go to Pharaoh and to the people of God there, അവിടെയുള്ളതായ ഫറവോനോടും അവിടെയുള്ളതായ ആളുകളോടും സംസാരിക്കുവാൻ മോശ പോകുമ്പോൾ, and tell them that God has sent me to deliver you from here, വലിയവനായ ദൈവം എന്നെ നിങ്ങളെ വിടുവിക്കാനായിട്ട് ഇങ്ങോട്ട് അയച്ചു എന്ന് പറയുമ്പോൾ, the obvious question the people would ask is, which God, what is his name? ജനങ്ങൾ തീർച്ചയായും ചോദിക്കുവാൻ സാധ്യതയുള്ളതായ ചോദ്യമാണ്, ഏത് ദൈവമാണ് നിന്നെ അയച്ചത്, അവന്റെ പേരെന്താണ്? Every God in the world is identified by a name. ഈ ലോകത്തിലുള്ള എല്ലാ ദേവന്മാർക്കും ഓരോ പേരുകളുണ്ട്. Some years back when I was preaching the gospel from a place, in a public place, ഞാനൊരു പൊതുസ്ഥലത്ത് ചില വർഷങ്ങൾക്ക് മുമ്പേ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, I was presenting Jesus Christ as the Son of God. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചായിരുന്നു ഞാൻ അവിടെ പ്രസംഗിച്ചിരുന്നത്. After the message, when I came down, a group of people came and rounded me. അതിനുശേഷം ഒരു കൂട്ടം ആളുകൾ എന്നെ ചുറ്റും വന്നുകൂടി. And they were very critical, and I knew I'm going to be in trouble with their behavior. അവർ വളരെ വിമർശനാത്മകമായ നിലയിൽ ചില കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഒരു കുഴപ്പത്തിലായെന്ന് എനിക്ക് മനസ്സിലായി. And they asked me, sir, all this time you were talking about the Son of God and the name of that Son is Jesus. നിങ്ങൾ ഇത്രയും നേരം ദൈവത്തിന്റെ പുത്രനെ കുറിച്ചും അവന്റെ പേര് യേശു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. I said, yes, I was preaching that. അതെ, അങ്ങനെ തന്നെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. If he is the son of a person, even that father needs to have a name. അപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹം ഒരു വ്യക്തിയുടെ മകനാണെങ്കിൽ ആ പിതാവിന് ഒരു പേരുണ്ടായിരിക്കണം. So tell us the name of that father. ആ പിതാവിന്റെ പേര് പറയുക എന്നവർ പറഞ്ഞു. The question itself revealed their identity to me. അവരുടേതായ വ്യക്തിത്വം എന്താണെന്നുള്ളത് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. It was a very big crowd that had gathered around me. അത് വലിയൊരു കൂട്ടമായിരുന്നു എന്റെ ചുറ്റും വന്നു കൂടിയത്. I just prayed in my mind, Lord, what shall I answer these people? ഇവർക്ക് ഞാൻ എന്ത് മറുപടി കൊടുക്കേണ്ടു എന്ന് ഞാൻ എന്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. It's the same question Moses was asking God ages back. അനേക നാളുകൾക്ക് മുമ്പേ മോശയും ഇതേ ചോദ്യമാണ് ദൈവത്തോട് ചോദിച്ചത്. And prayerfully I told them like this. വളരെ പ്രാർത്ഥനാപൂർവ്വം ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. That father is the father who has given a name to everything on earth. ഈ ലോകത്തിലുള്ള സകലത്തിനും നാമം നൽകിയതായ പിതാവാണവൻ. And so far no one has dared to give him a name. അതുകൊണ്ട് അവനൊരു പേര് കൊടുക്കുവാൻ ഇതുവരെയും ആരും ധൈര്യപ്പെട്ടിട്ടില്ല. I don't know what happened. Those people became silent. എനിക്കറിഞ്ഞൂടെ എന്ത് സംഭവിച്ചുവെന്ന് ആ ആളുകൾ നിശബ്ദരായി. Immediately brothers came and took me away and said, you go from here. സഹോദരന്മാർ വന്ന് എന്നെ അവിടെ നിന്നും കൊണ്ടുപോയി ഇവിടെ നിന്നും പോകാം എന്ന് പറഞ്ഞു. Now the name of God is a debated topic in the world right from the beginning. വലിയവനായ ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എക്കാലത്തും ചിന്താവിഷയമായി തീർന്നിട്ടുള്ളതാണ്. Here when Moses is asking, what shall I tell them the name of the Lord to be? ദൈവത്തിന്റെ നാമം എന്താണെന്ന് ഞാൻ അവരോട് എങ്ങനെ പറയും എന്ന് മോശ ചോദിക്കുന്നു. So the Lord says in Exodus chapter 3 and verse 14, പുറപ്പാട് പുസ്തകം 3-14 വാക്യത്തിൽ ഇങ്ങനെ ദൈവം പറയുകയാണ്, my name is I am who I am. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് എന്റെ നാമം. Just go and tell them I am who I am has sent you. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചിരിക്കുന്നു നീ പറയുക. That is the name. അതാണ് അവന്റെ പേര്. Now that is not a name according to our grammatical understanding. നമ്മുടെ വ്യാകരണ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഒരു പേരല്ല. We may call it as a phrase or a sentence. അതിനെ ഒരു പദശൈലി എന്നോ ഒരു വാക്യമെന്നോ നാം പറയും. We are not asking who you are, we are asking what your name is. ഞാൻ പറയുന്നത് നീ ആരാണെന്നാണ്, നിന്റെ പേരെന്താണെന്നാണ്. And he says my name is I am who I am. അവൻ പറയുന്നത് എന്റെ പേര് ഞാനാകുന്നവൻ ഞാനാകുന്നു. So this was the greatest crisis in the olden days, the name of God. പഴയ നിയമകാലത്തെ അതിപ്രധാനമായ ഒരു പ്രശ്നമായിരുന്നു ഇത്, ദൈവത്തിന്റെ നാമം എന്ത്. It was in such a situation that God calls out this man Abraham and through him he raises a generation. വലിയവനായ ദൈവം ആ കാലത്ത് അബ്രഹാമിനെ വിളിക്കുകയും അവനിലൂടെ ഒരു ജാതിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. And God took for himself a name because of these people. ഈ ജനത്തെ This morning പ്രിയ സഹോദരി സഹോദരന്മാരെ രാവിലെ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, God chose a name.
ദൈവം ഒരു നാമം തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. And that name has been repeatedly mentioned in the Old Testament pages. പഴയ നിയമത്തിൽ ആ പേര് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. Do you know what is that name? ആ പേരെന്താണ് നിങ്ങൾക്കറിയാമോ? The God of Abraham, അബ്രഹാമിന്റെ ദൈവം, the God of Isaac, ഇസഹാക്കിന്റെ ദൈവം, the God of Jacob, യാക്കോബിന്റെ ദൈവം, the Lord God of Israel. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. Now you find the name, നിമിത്തമാണ് ലോകത്തിന് വെളിപ്പെട്ടു വരുന്നത്. and the major business of these people is to proclaim this name to the world. ലോകത്തിന് ഈ നാമത്തെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് ഈ ജനത്തിന്റെ പ്രധാന ദൗത്യം. Their main responsibility is to be a witness to this name. ഈ നാമത്തിന്റെ സാക്ഷികളായിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. In other words, God communicates like this. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ദൈവം ഇങ്ങനെയാണ് തന്റെ ആശയവിനിമയം നടത്തുന്നത്. I don't want to be known by some name like many other gods are called. മറ്റ് അന്യ ദേവന്മാരുടെ പേരുകളെ പോലെ ഒരു പേരിനാൽ ഞാൻ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. But the people should understand who I am by the life and ways of the people who are called by my name. എന്റെ പേരിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ജീവിത രീതി കണ്ടുകൊണ്ടാണ് എന്നെ ലോകം അറിയേണ്ടത്. That is why he says, you shall be my witnesses. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്റെ സാക്ഷികളാകും. Even in the Old Testament, they are the witnesses of Lord God. പഴയ നിയമത്തിലെ നമുക്ക് യഹോവയുടെ സാക്ഷികളായിട്ടുള്ള ആളുകളെ കാണുവാൻ കഴിയും. Yes, the Lord God who said, I am who I am, വലിയവനായ ദൈവം പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. identifies himself with this group of people. ഈ ജനതയുമായിട്ട് ദൈവം താദാത്മ്യം പ്രാപിക്കുന്നു. And then he chooses a name for himself. എന്നിട്ട് ദൈവം തനിക്കായിട്ടൊരു നാമത്തെ തിരഞ്ഞെടുക്കുന്നു. God of Abraham, God of Isaac, God of Jacob, the Lord God of Israel. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. Even when Solomon or those people, when they were praying, oh Lord God of our fathers, ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നാണ് പറയുന്നത്. that has become the name of this God. അതാണ് ഈ ദൈവത്തിന്റെ നാമം. Now here in this context, Solomon has built the temple there. ഇവിടുത്തെ സാഹചര്യത്തിൽ ശലോമോൻ ഒരു ദൈവാലയം പണിതു. And all the services in relation to the temple is over there. ആ ദൈവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകളും അവിടെ കഴിഞ്ഞു. And he is asking, may the Lord's blessing be upon this. ദൈവത്തിന്റെ അനുഗ്രഹം ഈ കെട്ടിടത്തിന് മേൽ ഉണ്ടായിരിക്കട്ടെ എന്ന് താൻ പ്രാർത്ഥിച്ചു. You turn with me to chapter 6 and read verse 28. 6-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. When there is a famine in the land, pestilence or blight or mildew or locusts or grasshoppers, ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ, and you read continuously there, തുടർന്ന് നാം വായിച്ചാൽ, when any of such things happens here, അങ്ങനെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചാൽ, and when anyone comes to this house and prays unto you, ആരെങ്കിലും ഈ ആലയത്തിൽ വന്ന് നിന്നോട് പ്രാർത്ഥിച്ചാൽ, you must answer their prayers. അവരുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണം. Your glory must be there. നിന്റെ മഹത്വം അവിടെ വസിക്കണം. So these are the kind of prayer that Solomon is making there. ഇങ്ങനെയുള്ളതായ ഒരു പ്രാർത്ഥനയാണ് ശലോമോൻ അവിടെ കഴിക്കുന്നത്. And at the end of that, the Lord is speaking. അതിന്റെ അവസാനം ദൈവം അവരോട് സംസാരിക്കുന്നു. Yes, I will. ദൈവം പറയുകയാണ്, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. Provided there is a condition. ഒരു ഉപാധിയോടുകൂടി മാത്രം. The people who are called by my name, എന്റെ നാമത്താൽ വിളിക്കപ്പെട്ടതായ ജനം, they should turn back to me. അവർ എങ്കിലേക്ക് തിരിഞ്ഞു വരണം. They should do something. That's what he says in verse 14. അവർ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. Now when we look into how did these people get the name of God, എങ്ങനെയാണ് ഈ ആളുകൾക്ക് ദൈവത്തിന്റെ നാമം ലഭിച്ചത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, if you turn to Numbers chapter 6 and verse 27, സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, my name is given on Israel. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്റെ നാമം ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം. My name shall be put on the Israel. എന്റെ നാമം ഇസ്രായേൽ മക്കളുടെ മേൽ വെക്കണം. Now God has given that permission there. ദൈവം അവിടെ അങ്ങനെ ഒരു അനുവാദം അവർക്ക് നൽകുകയാണ്. And that is why they are called by the name of the Lord. അതുകൊണ്ടാണ് അവർ യഹോവയുടെ നാമത്താൽ അറിയപ്പെടുന്നത്. So for all those years of the Old Testament history, പഴയ നിയമകാലത്തെ ചരിത്രത്തിൽ all the heathens or the Gentiles around them, they had their own gods. അന്യജാതികളായ അവരുടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം അവരുടേതായ ദേവന്മാരുണ്ടായിരുന്നു. But here is this people of God who carried the name of God. എന്നാൽ ഇവിടെ ഇതാ ഒരു കൂട്ടം ജനം ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെടുന്നവർ. And they were identified by that. അവർ ആ നാമത്താലാണ് അറിയപ്പെട്ടിരുന്നത്. As the days went forward, കാലത്തിന്റെ നീക്കത്തിൽ they always treated the people other than this Jewish group as Gentiles. ഈ യഹൂദന്മാരല്ലാതിരുന്ന മറ്റാളുകളെ പുറജാതികളായി തന്നെയാണ് അവർ കണ്ടത്. That was something that a Jew would never accept a Gentile into himself. അഥവാ ഒരു അന്യജാതിക്കാരനായ ഒരു വ്യക്തിയെ ഒരു യഹൂദൻ തന്നിലേക്ക് ഒരിക്കലും സ്വീകരിക്കുവാൻ കഴിയുമായിരുന്നില്ല. Even in the New Testament, the beginning stages of the New Testament church, പുതിയ നിയമത്തിന്റെ ആദ്യ കാലങ്ങളിൽ
We see that when Peter went to the house of Cornelius, കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് പോയപ്പോൾ there was a lot of problem in the Jerusalem church. യെരുശലേം സഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. How can he go to a Gentile's house? ഒരു അന്യജാതിയുടെ ഭവനത്തിൽ എങ്ങനെയാണ് ഇവന് പോകുവാൻ How കഴിയുന്നത്? can they get the same truth and blessing that we got? നമുക്ക് ലഭിച്ചതായ ഇതേ സത്യവും അനുഗ്രഹവും എങ്ങനെയാണ് അവർക്ക് ലഭിക്കുന്നത്? They were so reluctant to accept that truth there. ആ വലിയ സത്യം മനസ്സിലാക്കുവാൻ അവർ അങ്ങേയറ്റം മടി കാണിച്ചു. But God interfered there. എന്നാൽ വലിയവനായ ദൈവം അവിടെ ഇടപെട്ടു. No, God has allowed this. മറ്റൊരു ദൈവം ഇങ്ങനെ അനുഭവിച്ചില്ല. Now if you read Acts chapter 15 and verse 17, അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, the Gentiles are called by my name. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ജാതികൾ അവന്റെ നാമത്താൽ വിളിക്കപ്പെടുന്നു. Now this is the turning point. ഇതാണ് അവിടുത്തെ വലിയ വ്യത്യാസം. A group of people who are called by the name of God, ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടതായ ജനം, they were only keeping that name exclusively for themselves. അവർ ആ നാമം തങ്ങൾക്ക് വേണ്ടി മാത്രമായി വെച്ചിരിക്കുകയായിരുന്നു. But by the coming of our Lord Jesus Christ, എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനാൽ there has a shift taken place there. അവിടെ ഒരു വലിയ വ്യത്യാസം നാം കാണുന്നു. The Gentiles are called by His name. ഇവിടെ ഇതാ ജാതികൾ അവന്റെ നാമത്താൽ വിളിക്കപ്പെടുന്നു. And this morning, first of all, I want to tell here, ഇന്ന് രാവിലെ പ്രധാനമായി ഞാനിത് പറയട്ടെ, beloved, none of us are belonging to Abraham's descendants. നാം ആരും അബ്രഹാമിന്റെ സന്തതികളല്ല. The book of Galatians, Paul says like this, ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ it's പറയുന്നു, only by faith, it's only because we believe that we are the children of Abraham. കേവലം വിശ്വാസത്താൽ നാം വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നാം അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്നത്. Otherwise we are Gentiles. അല്ലെങ്കിൽ നാം ജാതികളാണ്. We had no reasons to come close to God. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാൻ നമുക്ക് യാതൊരു കാരണവുമില്ല. We would never enter anywhere near even the premises of the temple. ദൈവാലയത്തിന്റെ അടുത്തെങ്ങും വരുവാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. We were all Gentiles. നാം ജാതികളാണ്. But God has given us this name. എന്നാൽ വലിയവനായ ദൈവം നമുക്ക് ഈ നാമം In നൽകിയിരിക്കുകയാണ്. Christ two are made one. ക്രിസ്തുവിൽ നമ്മെ ഒന്നാക്കി തീർത്തിരിക്കുകയാണ്. We, the wild olive has been, the wild branches have been grafted into the original one. കാട്ടൊലിവുകളായിരുന്ന നമ്മെ നല്ല ഒലിവിനോട് ചേർത്തവൻ വെച്ചിരിക്കുകയാണ്. What a name has been given to us. നമുക്ക് എന്ത് മനോഹരമായ ഒരു നാമമാണ് അവൻ So നൽകിയിരിക്കുന്നത്. though this name was called in the Old Testament as the Lord of Abraham, Isaac and Jacob, പഴയ നിയമത്തിൽ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് ഈ ദൈവം അറിയപ്പെട്ടെങ്കിൽ, we as the children of God, ദൈവത്തിന്റെ മക്കളാകുന്ന നാം, even though we were Gentiles, നാം അന്യജാതികളാണെങ്കിൽ we തന്നെ are given this name today. ഈ നാമം ഇന്ന് നമുക്ക് നൽകിയിരിക്കുകയാണ്. Now come back with the same question to 2 Chronicles 7:14 that I was reading. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇതേ ചിന്ത വെച്ചുകൊണ്ട് നമുക്ക് വരാം. My people who are called by my name. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. And I want to tell this morning, ഇന്ന് രാവിലെ ഞാനിങ്ങനെ പറയട്ടെ, we are His people. നാം അവന്റെ ജനമാകുന്നു. We are called by His name. നാം അവന്റെ നാമത്താൽ In വിളിക്കപ്പെട്ടവരാണ്. Christ that name has been given to us. ക്രിസ്തുവിന് ഈ നാമം നമുക്ക് നൽകിയിരിക്കുകയാണ്. It is our business to be the witnesses of Him in this world. ഈ ലോകത്തിൽ അവന്റെ സാക്ഷികളായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. What a shift has taken place there. എന്ത് വലിയൊരു വ്യത്യാസമാണ് നാം കാണുന്നത്. Yes, we were never worthy for that. നാം ഇതിനൊരിക്കലും യോഗ്യരായിരുന്നില്ല. Here is the place where our hearts and minds should be filled with the gratitude. നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയവും അന്തരംഗവും നിറയേണ്ടതായ പ്രത്യേകമായ സാഹചര്യമാണിത്. Here is the time when we fall prostrate before Him and express our worship. നാം അവന്റെ മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവനെ ആരാധിക്കേണ്ട സമയമാണിത്. The never worthy ones are allowed to carry the name of this God. ഒരു കാലത്ത് നാം ഈ ദൈവത്തിന്റെ നാമം വഹിക്കുവാൻ യോഗ്യരായിരുന്നില്ല. Yes, what a wonderful privilege we have in Christ. എത്ര വലിയൊരു പദവിയാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. Secondly, രണ്ടാമതായി John's Gospel chapter 1 and verse 12. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, As many as have believed in Him, to them He has given the right to be the sons of God, because they have believed in Him. അവനെ In His name. കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. Believed in His name. അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. Now we got this privilege to be called as the sons of God. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള ഈ പദവി നമുക്ക് ലഭിച്ചിരിക്കുന്നത്, The amazing word in that verse is, by right we are the children. അതിന്റെ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് അതിനുള്ള അധികാരം നമുക്കുണ്ട് എന്നുള്ളതാണ്. It is not that we are given as something that is given to a beggar. ഒരു ഭിക്ഷക്കാരൻ എന്തെങ്കിലും കൊടുക്കുന്നത് പോലെ നമുക്ക് ലഭിച്ചതല്ല ഈ പദവി. We have received the right to be called as the children of God. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള അധികാരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. How this has come to us? ഇതെങ്ങനെയാണ് നമ്മുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്? By believing in
his name. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിനാൽ. So it is because of that name we have become the children. അവന്റെ നാമത്താലാണ് നാം അവന്റെ മക്കളായി തീർന്നിരിക്കുന്നത്. My name is Jose Matthews. You all know that. എന്റെ പേര് ജോസ് മാത്യൂസ് എന്നാണ്, നിങ്ങൾക്കതറിയാം. By the way, Matthews is my father's name. മാത്യൂസ് എന്നുള്ളത് എന്റെ പിതാവിന്റെ നാമമാണ്. I don't need anybody's permission to carry my father's name. എന്റെ പിതാവിന്റെ നാമം എന്റെ പേരിനോട് ചേർത്ത് വെക്കാനായിട്ട് മറ്റൊരാളുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. My son carries my name. എന്റെ മകൻ എന്റെ പേര് വഹിക്കുന്നു. He needn't have anybody's permission to carry my name. എന്റെ പേര് വഹിക്കുന്നതിനായിട്ട് അവൻ ആരുടെയും പ്രത്യേക അനുവാദത്തിന്റെ Every ആവശ്യമുണ്ടായില്ല. one of us sitting here, we have our father's name. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പിതാക്കന്മാരുടെ നാമം നാം വഹിക്കുന്നവരാണ്. Because we are born, we naturally get the privilege of identify with that name. നാം അവിടെ ജനിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായി നമ്മുടെ പിതാവിന്റെ നാമം ലഭിക്കുകയാണ്. Now what is John trying to tell here in John Gospel 1 and 12? യോഹന്നാന്റെ സുവിശേഷം 1:12 എന്താണ് യോഹന്നാൻ പറയുന്നത്? You have received the right to be the children of God. നിങ്ങൾ ദൈവമക്കളാകുവാനുള്ള അധികാരം പ്രാപിച്ചിരിക്കുന്നു. Because of his name. അവന്റെ നാമത്താൽ. So naturally that name come to us. അതുകൊണ്ട് സ്വാഭാവികമായും ആ നാമം നമുക്ക് ലഭിക്കുകയാണ്. It has become our right. അത് നമ്മുടെ അധികാരമാണ്. No one can deny that. അത് മറ്റൊരുത്തനും നിഷേധിക്കുവാൻ കഴിയില്ല. My people who are called by my name. എന്റെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. What a great name we have today. എത്ര മനോഹരമായ ഉന്നതമായ നാമമാണ് Every നമുക്കുള്ളത്. one of us sitting here, ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും we are called by his name. നാം അവന്റെ നാമത്താൽ വിളിക്കപ്പെട്ടവരാണ്. As if he is our father. അവൻ നമ്മുടെ പിതാവാണ്. That is our name. അതാണ് നമ്മുടെ നാമം. My people called by my name. എന്റെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. Thirdly, മൂന്നാമതായി Acts chapter 11 and verse 26. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. The disciples were called Christians first in Antioch. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ആദ്യം ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. Now here these people who had received the sonship by his name, അവന്റെ നാമത്താൽ പുത്രത്വം ലഭിച്ചതായ ആളുകൾ, they were filling Jerusalem. അവർ യെരൂശലേമിനെ നിറയ്ക്കുകയായിരുന്നു. And then persecution arose there. അതിനുശേഷം അവിടെ ഉപദ്രവം ആരംഭിച്ചു. They were scattered into different parts of the world. അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടു. And some of them went even as far as Antioch. ചില ആളുകൾ അന്ത്യോക്യ വരെയും ചെന്നെത്തി. And when the people of Antioch saw them, അവരെ അന്ത്യോക്യയിലുള്ള ആളുകൾ കണ്ടപ്പോൾ, these people were different. ഈ ആളുകൾ വളരെ വ്യത്യസ്തരായ ആളുകളാണ്. They are not like the common people. അവിടെയുള്ള സാധാരണ ജനങ്ങളെ പോലെയല്ല. Their lifestyle is different. അവരുടെ ജീവിത ശൈലി വ്യത്യസ്തമാണ്. Their behavior is different. അവരുടെ പെരുമാറ്റത്തിന് വ്യത്യാസമുണ്ട്. Their approach to problem is different. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. Their worldview is different. അവരുടെ ജീവിത വീക്ഷണത്തിന് വ്യത്യാസമുണ്ട്. When they were different, they started understanding what's the difference with these people. അവരിലുള്ള വ്യത്യാസം കണ്ടുകൊണ്ട് ഇവരുടെ വ്യത്യാസം എന്താണെന്ന് അവർ മനസ്സിലാക്കുവാൻ And they തുടങ്ങി. realized one truth there. അവിടെ അവർ ഒരു സത്യം മനസ്സിലാക്കി. There was a man who was called Christ in Jerusalem. യെരൂശലേമിൽ ക്രിസ്തു എന്ന പേരിനാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. These people are following his footsteps and teachings. ഈ ആളുകൾ ആ വ്യക്തിയുടേതായ ഉപദേശത്തെയും ജീവിതത്തെയുമാണ് അനുകരിക്കുന്നത്. Because his name is Christ, അവന്റെ പേര് ക്രിസ്തു എന്നായിരുന്നതുകൊണ്ട് these people received the name Christian. ഈ ആളുകൾക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേരുണ്ടായി. Today, Christian has become a religion. ഇന്ന് ക്രിസ്ത്യൻ എന്നുള്ളത് ഒരു മതമായി മാറി. But I want to tell you here, ഇന്ന് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. even a week ago I saw in the newspapers, ഒരാഴ്ച മുമ്പേ ഞാൻ വർത്തമാന പത്രത്തിൽ ഇങ്ങനെ കണ്ടു. the largest religion in the world today is Christianity. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ മതം ക്രിസ്ത്യാനി മതമാണ്. We may be minority in India, നാം ഈ ഇന്ത്യയിൽ ഒരുപക്ഷെ ന്യൂനപക്ഷമായിരിക്കാം. but the global picture, the largest name is the Christian's name. എന്നാൽ ആഗോളപരമായിട്ട് ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതലുള്ളത്. Now what does it communicate? ഇതെന്താണ് പറയുന്നത്? This large number of people carry the name of Christ by religion. ഈ വലിയ കൂട്ടം ആളുകൾ ക്രിസ്ത്യാനി എന്നുള്ളതായ മതത്തിന്റെ പേര് വഹിക്കുന്നതാണ്. You want to apply for a job, നീ ഒരു ജോലിക്കായി അപേക്ഷിച്ചാൽ, you want to apply for a grant, ഏതെങ്കിലും ഒരു ഗ്രാന്റിന് വേണ്ടി അപേക്ഷിച്ചാൽ, there is a column religion. അതിനകത്ത് മതം എന്നുള്ളതായ ഒരു കോളമുണ്ട്. And we obviously write Christian. നാം അവിടെ തീർച്ചയായും ക്രിസ്ത്യൻ എന്ന് എഴുതും. If you have to write Christian, first you have to write Christ. ആദ്യമേ ക്രിസ്ത്യൻ എന്ന് എഴുതണമെങ്കിൽ ആദ്യമായി ക്രിസ്തു എന്നുള്ള പദം. A whole lot of people are called by this name. വലിയൊരു കൂട്ടം ആളുകൾ ഈ പേരിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. They fill the large portion of this globe. ഈ ലോകത്തിന്റെ മിക്കവാറും ഭാഗങ്ങളിൽ അവരുണ്ട്. And there are few true Christians.
അതിന്റെ ഇടയിൽ വളരെ ചുരുക്കം ചില സത്യ ക്രിസ്ത്യാനികളുമുണ്ട്. We are some among them അവരിൽ ചിലരാണ് നാം who have understood the meaning of Christian. ക്രിസ്ത്യൻ എന്നുള്ള പദത്തിന്റെ ആശയം മനസ്സിലാക്കിയവർ. So even this name is given to us because of his name. അവന്റെ നാമനിമിത്തമാണ് ഈ പേര് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. My people who are called by my name. എന്റെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. Yes, we are called by his name. നാം അവന്റെ നാമത്താൽ വിളിക്കപ്പെട്ടവരാണ്. What a great privilege we are enjoying. നാം എത്രയോ ഉന്നതമായ പദവിയാണ് അനുഭവിക്കുന്നത്. Fourthly, നാലാമതായി we turn to John's Gospel chapter 14 and verse 14. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. You ask anything in his name. നിങ്ങൾ അവന്റെ നാമത്തിൽ എന്തെങ്കിലും അപേക്ഷിച്ചാൽ, Whatever you ask in my name. എന്റെ നാമത്തിൽ എന്തും നിങ്ങൾക്ക് അപേക്ഷിക്കാം, You get it. അത് നിങ്ങൾക്ക് ലഭിക്കും. We all pray. നാം ഇങ്ങനെ We പ്രാർത്ഥിക്കും. ask so many things. നാം അനേക കാര്യങ്ങൾ പ്രാർത്ഥിക്കും. And God keeps giving us. നമുക്ക് പല കാര്യങ്ങളും നൽകും. But I want to tell you, ഞാൻ ഇങ്ങനെ പറയട്ടെ, as a child of God, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ we cannot ask anything from God but by his name. അവന്റെ നാമത്താൽ അല്ലാതെ നമുക്ക് അവനോടൊന്നും അപേക്ഷിക്കുവാൻ കഴിയുകയില്ല. And if we are praying and asking him something, നാം അവനോട് എന്തെങ്കിലും പ്രാർത്ഥനയിൽ അപേക്ഷിച്ചാൽ, it is in his name. അവന്റെ നാമത്തിൽ നാം ചെയ്താൽ, And if we get anything for ourselves, ആ കാര്യം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ it is only in his name. അത് അവന്റെ പേരിലായതുകൊണ്ട് I മാത്രമാണ്. want to tell you this morning, my beloved, പ്രിയമുള്ളവരെ, ഈ രാവിലെ ഞാൻ ഇങ്ങനെ പറയട്ടെ, all the spiritual blessing that we are enjoying today, ഇന്ന് നാം ആസ്വദിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും it is in his name. അവന്റെ പേരിലാണ്. We carry his name. അവന്റെ നാമം വഹിക്കുന്നവരാണ് നാം. Every material things that we possess today, നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഭൗതികമായ it നന്മകളും is in his name. അവന്റെ നാമത്തിലാണ്. We carry his name. നാം അവന്റെ നാമം വഹിക്കുന്നവരാണ്. Yes, whatever we have today is given to us in his name. നമുക്ക് ഇന്ന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവന്റെ നാമത്തിൽ നമുക്ക് ലഭിച്ചതാണ്. My people who are called by my name. എന്റെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. Fifthly, അഞ്ചാമതായി turn to Matthew's Gospel chapter 18 and verse 20. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. Wherever 2 or 3 are gathered in my name, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി I am വരുന്നിടത്തൊക്കെയും in their midst. ഞാൻ അവരുടെ നടുവിലുണ്ട്. He talks about our gathering. ഇവിടെ അവൻ നമ്മുടെ കൂടിവരവിനെ കുറിച്ച് There പറയുന്നു. are so many conferences that takes place in the world. ഈ ലോകത്തിൽ വളരെയധികം കോൺഫറൻസുകൾ നടക്കുന്നു. That may be secular conference, business conference, many other conferences. അത് വ്യാപാര രംഗത്തുള്ളതോ മതേതരമായിട്ടുള്ള അനേക കോൺഫറൻസുകൾ നടക്കുന്നു. But what has brought few thousands of people this morning here? ഇന്ന് രാവിലെ ഈ ആയിരക്കണക്കായി നമ്മെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത് എന്താണ്? There is one name. ഒരു നാമം. My name. എന്റെ നാമം. In my name you have gathered. എന്റെ നാമത്തിൽ നിങ്ങൾ കൂടി വന്നിരിക്കുന്നു. Our gathering is in his name. നമ്മുടെ കൂടിവരവ് അവന്റെ നാമത്തിലാണ്. His presence is right before us. അവന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പാകെയുണ്ട്. We believe he is right amidst us this morning. ഇന്ന് രാവിലെ അവൻ നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. Because we have gathered in his name. അവന്റെ നാമത്തിൽ നാം കൂടി വന്നിരിക്കുന്നതിനാൽ. What a great name. എത്രയോ ഉന്നതമായ നാമം. Sixthly, ആറാമതായി Acts chapter 9 and verse 15. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. He is a chosen vessel to bear my name or his name, or he says my name among the Gentiles. നാം ഇങ്ങനെ വായിക്കുന്ന അവൻ എന്റെ നാമം ജാതികളുടെ മുമ്പാകെ വഹിപ്പാൻ ഉള്ളവനാണ്. Here we see it is in the context of the calling of Paul. പൗലോസിന്റെ വിളിയോടുള്ള ബന്ധത്തിലാണ് നാം ഇത് കാണുന്നത്. I take Paul as a representative of all of us who are called. നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധിയായി ഞാൻ പൗലോസിനെ എടുക്കുന്നു. Paul, you have been called. പൗലോസ് അവിടെ വിളിക്കപ്പെട്ടു. Now onwards you are going to live a new life. നീ ഇനി ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ പോവുകയാണ്. And the sole business before you is നിന്റെ മുമ്പാകെയുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് to bear my name before the Gentiles. ജാതികളുടെ മുമ്പാകെ എന്റെ നാമം വഹിക്കുക. Wherever you go, you carry my name. നീ എവിടെ പോയാലും എന്റെ നാമത്തെ ഘോഷിക്കുക. And this is what I want to tell you. ഇന്ന് രാവിലെ ഞാനിത് പറയട്ടെ. We are called to carry his name. നാം അവന്റെ നാമത്തെ വഹിക്കുവാൻ പോവുകയാണ്. Wherever we go, we carry his name. നാം എവിടെ പോയാലും അവന്റെ നാമത്തെ വഹിക്കുന്നവരാണ്. That is why we are the people who are called by his name. അതുകൊണ്ടാണ് നാം അവന്റെ നാമത്താൽ വിളിക്കപ്പെട്ടവരായിട്ടിരിക്കുന്നത്. Come back to 2 Chronicles 7 and verse 14. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. My people who are called by my name. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. According to the Old Testament, പഴയ നിയമത്തിനനുസരിച്ച് a name that was exclusively given to the Israelites. ഇസ്രായേലിന് മാത്രമായി നൽകപ്പെട്ടതായി നാമം. When all the Gentiles were aliens to that name, ആ വലിയ നാമത്തിന് അന്യരായിട്ട് അന്യജാതികളെ the കണ്ടപ്പോൾ grace of the Lord has come to us. വലിയവനായ കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ വന്നു. He has chosen us, the wild branches, to carry this name.
കാട്ടൊലികളായിരുന്ന നമ്മെ ഈ നാമം വഹിക്കുവാനായി അവൻ തിരഞ്ഞെടുത്തു. And this morning God is looking at us. ഇന്ന് രാവിലെ സമയം കർത്താവ് നമ്മെ നോക്കുകയാണ്. My people who are called by my name. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. Beloved, we are called by his name. പ്രിയമുള്ളവരെ, നാം അവന്റെ നാമത്താൽ വിളിക്കപ്പെട്ടവരാണ്. If we have an identity, that's only in his name. നമുക്കുള്ളതായ വ്യക്തിത്വം എന്ന് പറയുന്നത് അവന്റെ നാമത്തിലുള്ളതാണ്. We have nothing of our own. നമുക്ക് നമ്മുടേതായിട്ടൊന്നുമില്ല. My people who are called by my name. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. Now come back to the context here. ഇതിന്റെ സന്ദർഭത്തിലേക്ക് നമുക്ക് വരാം. Solomon is asking, ഇവിടെ ശലോമോൻ ചോദിക്കുകയാണ്, let your glory dwell here. നിന്റെ മഹത്വം ഇവിടെ വസിക്കട്ടെ. Whatever they ask, you just grant it. നീ അവർ ചോദിക്കുന്നതൊക്കെയും നീ അവർക്ക് നൽകുക. Now if you read that verse in 2 Chronicles chapter 6 and verse 28, 6-ാം അധ്യായത്തിന്റെ 2 ദിനവൃത്താന്തം 6-ാം അധ്യായം 28 നാം വായിച്ചാൽ, when there is a famine in the land, pestilence or blight or mildew or locusts or grasshoppers, ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതർ വിഷമഞ്ഞ വെട്ടുക്കിളി തുള്ളൻ എന്നിവയുണ്ടായാൽ, I'm not going into the details of that. Come back to chapter 7, 7-ാം അധ്യായത്തിലേക്ക് വരിക. verse 13. 13-ാമത്തെ വാക്യം, when I shut up heaven and there is no rain, or command the locusts to devour the land, or send pestilence among my people. മഴ പെയ്യാതിരിക്കേണ്ടതിന് ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, Almost same thing that Solomon was praying there. ശലോമോൻ പ്രാർത്ഥിക്കുന്ന ഏതാണ്ട് അതേ കാര്യമാണ് ഇവിടെ നാം വായിക്കുന്നത്. The same thing Solomon was asking. When these conditions apply, people will pray, but you just grant it. ഇങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ നീ അവരുടെ പ്രാർത്ഥന കേൾക്കണം എന്നാണ് ശലോമോൻ പ്രാർത്ഥിച്ചത്. And God is telling in chapter 7 and verse 13, 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ വലിയവനായ ദൈവം പറയുന്നു, yes, I will grant it. അത് ഞാൻ തീർച്ചയായും അവർക്ക് നൽകും. When there is a difficulty, when the land needs a healing, I will do that. ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ദേശത്തിന് സൗഖ്യം ആവശ്യമാണെങ്കിൽ ഞാനത് ചെയ്യും. As you prayed. നീ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ But ചെയ്യും. there is a condition. എന്നാൽ ഒരു ഉപാധിയുണ്ട്. That is what I want to briefly share and conclude this message. ഈ സന്ദേശം അത് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In verse 14 he puts 4 conditions as I pick up from this verse. 4 ഉപാധികളാണ് ഈ 14-ാം വാക്യത്തിൽ നാം കാണുന്നത്. If my people who are called by my name, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, if they humble themselves, തങ്ങളെ തന്നെ താഴ്ത്തി, Solomon asked, when they pray, you just grant it. ശലോമോൻ പറഞ്ഞത് അവർ പ്രാർത്ഥിക്കുമ്പോൾ നീ നൽകണമെന്നാണ്. And what is God telling here? എന്നാൽ ഇവിടെ ദൈവം എന്താണ് പറയുന്നത്? That prayer is not sufficient, Solomon. അങ്ങനെയുള്ളൊരു പ്രാർത്ഥന മാത്രം മതിയാകുന്നതല്ല I want ശലോമോനെ. the people to humble down first. ഒന്നാമതായി ജനം തങ്ങളെ തന്നെ താഴ്ത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You cannot just dictate terms to God. നീ ദൈവത്തോട് ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് ആവശ്യപ്പെടുവാനായിട്ട് You കഴിയില്ല. have to humble down first. നീ തന്നെ താൻ താഴ്ത്തണം. People have to humble down first. ജനം തങ്ങളെ തന്നെ താഴ്ത്തണം. When God takes the privilege of demanding these 4 things, ഈ 4 കാര്യങ്ങൾ വലിയവനായ ദൈവം ജനങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ, he talks about humble yourself, തങ്ങളെ തന്നെ താഴ്ത്തുക, pray, പ്രാർത്ഥിക്കുക, seek my face, അവന്റെ മുഖം അന്വേഷിക്കുക, turn from their wickedness. തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുക. When God says these things you must do, ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് ദൈവം പറയുമ്പോൾ, that naturally means these things are missing in the present context. ആ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ അവിടെ ഇല്ല എന്നാണ് നാം Now മനസ്സിലാക്കുന്നത്. you have the temple, ഇതാ ദൈവാലയം നിനക്കുണ്ട്, you have prayer meetings, നിങ്ങൾക്ക് പ്രാർത്ഥനാ യോഗങ്ങളുണ്ട്, people will come and pray here. നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. But did you realize there is something that is missing right among you? എന്നാൽ നിങ്ങളുടെ മധ്യേ ഇല്ലാതിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് നീ When മനസ്സിലാക്കുന്നു. difficulties come, you pray. പ്രതിസന്ധികൾ വരുമ്പോൾ നീ പ്രാർത്ഥിക്കും. You organize prayer conferences and prayer meetings. പ്രാർത്ഥനാ കോൺഫറൻസുകളും പ്രാർത്ഥനാ സഭകളും നിങ്ങൾ ഉണ്ടാക്കും. But there is something you are missing. എന്നാൽ എന്തോ ഇവിടെ കാണുന്നില്ല. You have forgotten what it means to humble yourself down. നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുന്നതിന് മറന്നുപോയിരിക്കുന്നു. You have forgotten what it means to pray unto God. ദൈവത്തോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത് മറന്നുപോയി. You have forgotten to seek the face of the Lord. യഹോവയുടെ മുഖം അന്വേഷിക്കുവാൻ You മറന്നുപോയിരിക്കുന്നു. have forgotten to turn away from your evil ways. നിങ്ങളുടേതായ ദുർഭാഗ്യങ്ങളെ വിട്ട് തിരിയുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. Solomon, I will answer your prayer. I will answer your prayer. അങ്ങനെ ചെയ്താൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. But these conditions. ഈ ഉപാധികൾക്കനുസരിച്ച്, Number 1. ഒന്നാമതായി Humble yourself down. തങ്ങളെ തന്നെ ദൈവമുമ്പാകെ താഴ്ത്തുക. Humble is a contrast word to pride. അഹങ്കാരം എന്നുള്ളതിന്റെ വിപരീത പദമാണ് താഴ്ത്തുക എന്നുള്ളത്. If you read 1 Peter chapter 5 and verse 5, 1 പത്രോസ് 5-ാം അധ്യായത്തിന് 5-ാം വാക്യം നാം നോക്കുമ്പോൾ, God opposes the proud but gives grace to the humble. വലിയവനായ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്ന് നാം വായിക്കുന്നു. Now what do we understand there? അവിടെ നാം എന്താണ് കാണുന്നത്? Their humble is exactly opposite and contrast to the word pride. അഹങ്കാരം, നിഗളം എന്നുള്ളതിന്റെ തീർത്തും വിപരീതമായ പദമാണ് താഴ്മ എന്നുള്ളത്. My people are filled with
ജനം അഹങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. They are filled with pride. അവർ നിഗളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. God forgive me to use this word, but we have somehow risen to the climax of pride in our life. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം നിറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. വലിയവനായ ദൈവം പറയുന്നതിൽ എന്നോട് ക്ഷമിക്കട്ടെ. Over the last few days, when our brothers were telling their past experiences, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസന്മാർ അവരുടെ അനുഭവങ്ങളെ പറഞ്ഞപ്പോൾ they were telling about the experience of sitting on the floor, അതെ, നിലത്ത് ഇരിക്കുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞു. on palm branches here. ഇവിടെ ഓലയിൽ ഇരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. We didn't have this beautiful shamiana before. ഈ നിലയിലുള്ളതായ പന്തലൊന്നും ഉണ്ടായിരുന്നില്ല. We did not probably have 3 times square meal in our lives. നമ്മുടെ ദിവസവും 3 പ്രാവശ്യം നാം ഭക്ഷണം കഴിച്ചിരുന്നില്ല. But one thing our forefathers always possessed. നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു. They were humble enough before God. അവർ ദൈവമുമ്പാകെ താഴ്ത്തുന്നവരായിരുന്നു. Their humility has caused the blessings in our life in this generation. ഈ നാളുകളിൽ നമുക്ക് ഈ അനുഗ്രഹം വരുന്നതിന് കാരണമായിരിക്കുന്ന അവരുടെ താഴ്മയാണ്. And we have climbed to the peak of the pride today. അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേക്ക് നാം ഇന്ന് കയറിപ്പോയി. Our wealth has taken us away from God. നമ്മുടെ സമ്പത്ത് നമ്മെ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോയി. Our education has taken us away from God. നമ്മുടെ വിദ്യാഭ്യാസം നമ്മെ ദൈവത്തിൽ നിന്ന് ദൂരെ കൊണ്ടുപോയി. Our privileges and social securities have taken us away from God. നമ്മുടെ പലവിധമായ പദവികളും മറ്റ് സാമൂഹിക കാര്യങ്ങളും നമ്മെ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോയിരിക്കുന്നു. If you don't care for one another, നാം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി കരുതുന്നില്ല. if you don't care for the assembly, നാം സഭയ്ക്ക് വേണ്ടി കരുതുന്നില്ല. what does it mean? ഇതിന്റെ അർത്ഥം എന്താണ്? I don't need this God. I don't need this God. ഈ ദൈവത്തെ എനിക്ക് വേണ്ട. I don't need this church. ഈ സഭ എനിക്ക് വേണ്ട. Even if you put me out of the church, I'm able to live. എന്നെ ഈ സഭയ്ക്ക് പുറത്താക്കിയാലും ഞാൻ ജീവിച്ചുകൊള്ളാം. I remember in the olden days, പൂർവ്വകാലങ്ങളിൽ if one brother would not come to the church because of some problem on a Sunday, ഒരു പ്രത്യേക ഞായറാഴ്ച ഒരു സഹോദരൻ യോഗത്തിന് വന്നില്ല എങ്കിൽ, I remember I grew up as the son of a pastor. ഞാനൊരു പാസ്റ്ററുടെ മകനായിട്ടാണ് ജനിച്ചു വളർന്നത്. I'm a first generation with the brethren assemblies. ബ്രദറൻ സഭകളുള്ള ബന്ധത്തിൽ ഞാൻ 1ാം തലമുറക്കാരനാണ്. But our childhood, എന്നാൽ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ if one brother was not found in the church, ഒരു സഹോദരൻ സഭയിൽ ഉണ്ടായില്ലെങ്കിൽ, after the meeting, even before the lunch, my dad would ask me, take the cycle, go to his house and find out why he didn't come. യോഗത്തിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ പിതാവിനോട് പറയുമായിരുന്നു, ഈ സൈക്കിൾ എടുത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുക. That was our case also. അതായിരുന്നു നമ്മുടെയും കാര്യം. But where is it now? എന്നാൽ ഇന്നതെങ്ങനെയാണ്? If he doesn't come, let him go. അവൻ വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഇല്ല. I care a foot for him. ഞാൻ അവനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. I don't care for him. ഞാൻ അവനെ കുറിച്ച് കരുതുന്നില്ല. It's not this attitude with one another. ഈ സ്വഭാവം ഇന്ന് നമ്മുടെ ഉള്ളിലില്ലേ? Why? എന്തുകൊണ്ട്? Even without God, we have the confidence, I have enough, I can live. ദൈവത്തെ കൂടാതെ ജീവിക്കാം എന്നുള്ളതായ ഒരു ചിന്ത നമുക്ക് വന്നിരിക്കുകയാണ്. If my people who are called by my name shall humble themselves. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തിയാൽ. James tells in his epistle chapter 4 and verse 10. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, Humble yourself in the mighty hands of God. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ. Humble yourself. താഴുവീൻ. Yes, if God has to answer our prayers, വലിയവനായ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം if നൽകണമെങ്കിൽ, God has to bless our churches, നമ്മുടെ സഭകളെ അവൻ അനുഗ്രഹിക്കണമെങ്കിൽ, if the glory of the Lord has to be seen in our assemblies, നമ്മുടെ സഭകളിൽ ദൈവമഹത്വം പ്രകടമാകണമെങ്കിൽ, simple prayer is not sufficient. We have to humble down. ലളിതമായ ഒരു പ്രാർത്ഥന മതിയാകുന്നതല്ല, നാം നമ്മെ തന്നെ താഴ്ത്തണം. Let us take this as a message from Lord this morning. ഇന്ന് രാവിലെ കർത്താവിൽ നിന്നുള്ളൊരു സന്ദേശമായി നമുക്കിതെടുക്കാം. We are coming to the closing of the 110th Brethren Convention. 110ാമത് ബ്രദറൻ കൺവെൻഷന്റെ സമാപനത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. If God permits in another 2 days, we are entering into a new year. ദൈവം അനുവദിച്ചാൽ 2 ദിവസത്തിനകം നാം പുതുസംവത്സരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Shall we say from the bottom of our heart, നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നമുക്ക് ഇങ്ങനെ പറയാം, Lord, I'm sorry for the pride. എന്റെ നിഗളത്തിനായിട്ട് ദൈവമേ ഞാൻ ക്ഷമയോദിക്കുന്നു. Lord, I'm sorry for looking down on another. മറ്റുള്ളവരെ നിലവാരം കുറച്ച് ഞാൻ കണ്ടതിൽ Humble myself, Lord. എന്നെ തന്നെ ഞാൻ താഴ്ത്തുന്നു. Let this mind be in you which was also in Christ Jesus. ക്രിസ്തുവേശുവിലുള്ള ഈ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Secondly, രണ്ടാമതായി he says, my people who are called by my name, if they pray. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം അവർ പ്രാർത്ഥിച്ചാൽ. What is this prayer? എന്താണ് ഈ പ്രാർത്ഥന? It is a prayer followed the humbleness. ഇത് താഴ്മയെ തുടർന്നുള്ളതായ പ്രാർത്ഥനയാണ്. So when you humble and then pray, നാം താഴ്ത്തിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ there is a brokenness there. അവിടെ ഇതാ ഒരു ഹൃദയ തകർച്ചയുണ്ട്. In Luke's Gospel chapter 23, we see when the prodigal son returned home. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ
മുടിയൻ പുത്രൻ മടങ്ങി വരുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നു. Chapter 15, when the prodigal son returns home, when he returns home, he makes a prayer to his father. അവൻ മടങ്ങി വരുമ്പോൾ ഒരു പ്രാർത്ഥന അവൻ കഴിക്കുന്നുണ്ട്. That was a prayer with a broken heart. അത് ഹൃദയ തകർച്ചയോടെയുള്ള പ്രാർത്ഥനയാണ്. Yes, I want to tell you this morning, ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പറയട്ടെ, our prayers need not be a recital anymore. എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമ്മുടെ പ്രാർത്ഥന It ഇരിക്കണ്ട. should not be just a repetition every day. എന്നും നാം ആവർത്തിക്കുന്ന ഒരു വാക്കുകളായിട്ട് അത് ഇരിക്കരുത്. It should be something that is coming from the depth of our heart. നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതായിരിക്കണം അത്. Luke's Gospel chapter 23. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ Verse 28, we see the picture where the Lord Jesus is taking his cross and walking towards Golgotha. 28-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശമെടുത്ത് ഗോൽഗോഥായിലേക്ക് പോകുന്നു. A large crowd gathered there. വലിയൊരു കൂട്ടം ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. And the women were crying and wailing. അവിടെയുള്ള സ്ത്രീകൾ വളരെ വിലപിച്ച് The കരയുകയാണ്. Lord looked at them and said, അവരെ ആ സ്ത്രീകളെ നോക്കി കർത്താവ് പറഞ്ഞു, daughters of Jerusalem, do not weep for me, but weep for yourselves and your children. യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. I'm not going to the context of the Jewish faith or their practice there. അവിടെയുള്ള യഹൂദ ചിന്താഗതിയോ അതിന്റെ വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറയുവാൻ But ആഗ്രഹിക്കുന്നില്ല. externally looking, I would like to say like this. പുറമേ നിന്ന് നോക്കി ഇങ്ങനെ പറയട്ടെ, There's a large crowd. വലിയൊരു കൂട്ടം ആളുകൾ, And the Lord is taking the cross and walking. കർത്താവ് ക്രൂശമെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. And it is very easy to stand there and cry. Oh, everybody sees what a concern, they are crying. അവിടെ നിന്ന് കരയുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമായ ഒരു കാര്യമാണ്. I'm so concerned about Christ. കർത്താവിനെ കുറിച്ച് അങ്ങേയറ്റം So concerned about the Christ's work. കർത്താവിന്റെ വേലയെ കുറിച്ചുള്ളതായ ചിന്താഭാരം, So concerned about the Lord's church. കർത്താവിന്റെ സഭയെ കുറിച്ചുള്ള വലിയ ചിന്താഭാരം, Shedding tears in public. പരസ്യമായി കണ്ണുനീരൊഴിക്കുന്നു. The Lord tells you, ഇവിടെ കർത്താവ് പറയുകയാണ്, stop that. അത് അവസാനിപ്പിക്കുക, Stop that. അത് അവസാനിപ്പിക്കുക. Go home. വീട്ടിലേക്ക് പോവുക. Weep for yourself. നിങ്ങൾക്ക് വേണ്ടി കരയുക. Cry for yourself. നിങ്ങൾക്ക് വേണ്ടി കരയുക. How many of us who call ourselves as the Christian leaders, ഇന്നിവിടെ വന്നിരിക്കുന്ന ക്രിസ്തീയ നേതാക്കന്മാരിൽ, Christian fathers and mothers, ക്രിസ്തീയ മാതാപിതാക്കൾ, have we wept for ourselves? ഈ കാര്യം നമുക്ക് നമ്മളോട് തന്നെ പറയാം. About our own, the condition of our families. നമ്മുടേതായ കുടുംബത്തോടുള്ള ബന്ധത്തിൽ Have we wept for our own children? നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? We have to cry for them. നാം അവർക്ക് വേണ്ടി കരയണം. We have to weep for our own children. നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി കരയണം. We have to cry and weep for our next generation. വരും തലമുറയ്ക്ക് വേണ്ടി നാം കരഞ്ഞു വിലപിക്കണം. Otherwise, let me tell you, മറ്റുള്ളവരോട് ഞാൻ പറയട്ടെ, this is the 110th convention. 110ാമത് കൺവെൻഷനാണിത്. A few more years the Lord gives, ചില വർഷങ്ങൾ കൂടെ കർത്താവ് നൽകിയാൽ there may be only some old people sitting here. ഇവിടെ കേവലം കുറച്ച് വൃദ്ധജനങ്ങൾ മാത്രമേ കാണൂ. Where has the younger generation gone? എവിടെയാണ് യുവതലമുറ പോയിരിക്കുന്നത്? Where are they going? അവരെങ്ങോട്ടാണ് പോകുന്നത്? They are available for youth camps. അവര് യൂത്ത് ക്യാമ്പിൽ ഉണ്ടായിരിക്കാം. They are available for many other conferences. മറ്റനേക കോൺഫറൻസുകളിൽ അവർ They are ഉണ്ടായിരിക്കാം. available for the secular programs. ഈ ലോകത്തിന്റേതായ കാര്യങ്ങളിൽ അവർ ഉണ്ടായിരിക്കാം. Why are they not here? എന്തുകൊണ്ട് അവർ ഇവിടെ ഇല്ല? Why are they not with their parents? എന്തുകൊണ്ട് അവർ മാതാപിതാക്കളോടൊപ്പം ഇല്ല? Why are their faith not with the parents' faith? അവരുടെ വിശ്വാസം എന്തുകൊണ്ട് മാതാപിതാക്കളുടെ വിശ്വാസമായിരിക്കുന്നില്ല? Have we taken things so easily in our life? നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളെ നാം വളരെ ലളിതമായിട്ട് എടുത്തിട്ടില്ലേ? Let us break down നമുക്ക് നമ്മുടെ ഹൃദയത്തെ തകർക്കാം. before criticizing others. മറ്റുള്ളവരെ നിരൂപണം ചെയ്യുന്നതിന് മുമ്പേ, Before criticizing the children of other people. മറ്റുള്ളവരുടെ മക്കളെ വിമർശിക്കുന്നതിന് മുമ്പേ, Before criticizing other evangelists. മറ്റു സുശേഷന്മാരെ വിമർശിക്കുന്നതിന് മുമ്പേ, Before criticizing another elder. മറ്റ് മൂപ്പന്മാരെ വിമർശിക്കുന്നതിന് മുമ്പേ, Let us weep for ourselves. നമുക്ക് വേണ്ടി തന്നെ കരയാം. Shall we take a decision this morning? ഇന്ന് രാവിലെ നാം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. Lord, I will start weeping for myself. ഞാൻ എനിക്ക് വേണ്ടി തന്നെ കരയും കർത്താവേ. Let the revival start from my home. ഉണർവ് എന്റെ വീട്ടിൽ നിന്ന് ആരംഭിക്കട്ടെ. Let the revival start from my family. എന്റെ കുടുംബത്തിൽ നിന്ന് ഉണർവ് ആരംഭിക്കട്ടെ. Let the revival start with my children. എന്റെ മക്കളിൽ നിന്ന് ഉണർവ് ആരംഭിക്കട്ടെ. Oh, my dear parents who are listening to me. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളെ, Are you worried about that your children are not willing to sit with you? നിങ്ങളുടെ മക്കൾ നിങ്ങളോടൊപ്പം ഇരിക്കുന്നില്ല എന്നുള്ളതിൽ നിങ്ങൾ ദുഃഖിതരാണോ? There is no other way. മറ്റൊരു മാർഗമില്ല. Cry tears. കണ്ണുനീരൊഴുക്കുക. Cry tears. കണ്ണുനീരൊഴുക്കുക. No other shortcut for that. മറ്റൊരു ലളിതമായ മാർഗമില്ല. There is no other method for that. അതിനല്ലാതെ മറ്റൊരു വഴിയില്ല. There is no other electronic formula for that. അതിന് മറ്റൊരു തത്വമില്ല. When the Lord Jesus said, കർത്താവ് പറഞ്ഞു, when you pray, go into your room, close the door and pray to the Father. നിങ്ങൾ നിങ്ങളുടെ മുറിക്കകത്ത് കടന്ന് വാതിലടച്ച് സ്വർഗ്ഗത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുക. Let us stop criticizing
others. മറ്റുള്ളവരെ വിമർശിക്കുന്ന അവസാനിപ്പിക്കാം. Let us stop writing about others. മറ്റുള്ളവരെ കുറിച്ച് എഴുതുന്നത് അവസാനിപ്പിക്കാം. Let us stop gossiping about others. മറ്റുള്ളവരെ കുറിച്ച് നാം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നത് Let us be in അവസാനിപ്പിക്കാം. our close room for some time, my dear ones. നമ്മുടെ വീടിന്റെ മുറികൾ നമുക്ക് അല്പസമയത്തേക്ക് അടച്ചിടാം. Let us be all alone in that presence. അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ഏകരായിട്ടിരിക്കാം. Let us come to the broken-hearted state. നമുക്ക് ആ ഹൃദയ തകർച്ചയുടെ അനുഭവത്തിലേക്ക് വരാം. Changes will come. തീർച്ചയായും വ്യത്യാസങ്ങൾ ഉണ്ടാകും. We don't have to hesitate to do that. അത് ചെയ്യുന്നതിന് നാം മടി കാണിക്കേണ്ട ആവശ്യമില്ല. Because we are the people who are called by His name. എന്തുകൊണ്ട് നാം അവന്റെ നാമത്താൽ വിളിക്കപ്പെട്ട ജനമാണ്. So when you go into your room, നിങ്ങൾ നിങ്ങളുടെ മുറിയിലേക്ക് പോകുമ്പോൾ don't say God of Abraham, Isaac or Jacob. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് നിങ്ങൾ Just പറയരുത്. as my Father in heaven. ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. സ്വർഗ്ഗത്തിലുള്ള എന്റെ പിതാവേ, As your son or daughter will come and plead with you. നിങ്ങളുടെ മകനോ മകളോ നിങ്ങളുടെ അടുക്കൽ വന്ന് അപേക്ഷിക്കുന്നത് പോലെ You asked your Father of heaven. നിങ്ങളുടെ സ്വർഗ്ഗത്തിലുള്ളതായ പിതാവിന്റെ അടുക്കലേക്ക് Let വരികയാണ്. us come to that. അതിലേക്ക് വരാം. The Lord says, Solomon, I will answer your prayers, വലിയവനായ ദൈവം പറയുന്നു, ശലോമോനെ, ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം. provided they learn what it means to pray. പ്രാർത്ഥന എന്താണെന്ന് അവർ വാസ്തവമായി അറിഞ്ഞിരുന്നു. Colossians chapter 4 and 12, Paul talks about the prayer of Epaphras. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നാം A വായിക്കും. man who is laboring in prayer. പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു വ്യക്തി. Prayer has become a struggle for him. എപ്പഫ്രാസിന് പ്രാർത്ഥന വലിയൊരു പോരാട്ടമാണ്. We who call ourselves are the brethren. സഹോദരന്മാർ എന്ന് വിളിക്കുന്ന നമുക്ക്, We who call and boast about our heritage. പൈതൃകത്തെ കുറിച്ച് അഭിമാനിക്കുന്ന നമുക്ക്, Prayer has become traditional to us. പ്രാർത്ഥന കേവലം ഒരു പാരമ്പര്യമായിട്ടില്ലേ? Prayer has become fun to us. പ്രാർത്ഥന കേവലം ഒരു ഫോമായി മാറിയിട്ടില്ലേ? Prayer has become a pleasure to us. പ്രാർത്ഥന നമുക്കൊരു രസമായിട്ട് തീർന്നിട്ടില്ലേ? Prayer has become a publicity for us. പ്രാർത്ഥന നമ്മുടെ ഒരു പബ്ലിസിറ്റിയായി മാറിയിട്ടില്ലേ? Beloved, let it become a struggle. പ്രിയമുള്ളവരെ, പ്രാർത്ഥന ഒരു പോരാട്ടമായി തീരട്ടെ. Let it be a warfare in our life. നമ്മുടെ ജീവിതത്തിലെ ഒരു യുദ്ധക്കളമായി മാറട്ടെ. That's what he says there. അതാണ് ഇവിടെ നാം വായിക്കുന്നത്. Let us stop being chocolate soldiers. നമുക്ക് വളരെ മധുരമുള്ള പടയാളികളായി തീരുന്ന അവസാനിപ്പിക്കാം. Let us climb the peak. നമുക്ക് ആ വലിയ കൊടുമുടിയിലേക്ക് കയറാം. Thirdly, മൂന്നാമതായി, seek my face. എന്റെ മുഖം അന്വേഷിച്ചാൽ. What he says means by seek my face. എന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, In 1 Peter chapter 3 and verse 12, 1 പത്രോസ് 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ there we see a quotation given by Peter. അവിടെ പത്രോസ് പറയുന്നതായ ഒരു പ്രത്യേക പദപ്രയോഗം നാം കാണുന്നു. The Lord will turn away his face from those who do evil. തെറ്റായ ദുഷ്പ്രവർത്തിക്കാർക്ക് യഹോവയുടെ മുഖം പ്രതികൂലമായിരിക്കുന്നു. Now the Lord says, I will answer your prayers provided you seek my face. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം, പക്ഷെ നിങ്ങൾ എന്റെ മുഖം അന്വേഷിച്ചാൽ മാത്രം. We all seek, we all are longing to see his face. നാം കർത്താവിന്റെ മുഖം കാണാൻ അങ്ങേയറ്റം ആകാംക്ഷയോടിരിക്കുകയാണ്. Exodus chapter 3 and verse 5. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ We see when Moses saw the burning bush, മോശെ മുൾപടർപ്പ് കണ്ടപ്പോൾ he wanted to go and see there. അവൻ അവിടെ അങ്ങോട്ട് പോയി കാണുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. And as soon as he came close to the bush, ആ മുൾപടർപ്പിനോട് അവൻ അടുത്ത് വന്നപ്പോൾ, the Lord said, don't come close. വലിയവനായ ദൈവം പറഞ്ഞു, നീ അടുത്ത് വരരുത്. The place you are standing is holy. നീ നിൽക്കുന്നതായ സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. Don't come any further. നീ ഇനി മുമ്പോട്ട് വരരുത്. Remove the sandals from your foot. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക. If you want to see the face of the Lord, നിനക്ക് കർത്താവിന്റെ മുഖം കാണണമെങ്കിൽ, beloved, let me tell you, we have to consider the holiness of the ground in which you are standing. നീ നിൽക്കുന്നതായ സ്ഥാനത്തിന്റെ വിശുദ്ധതയെ കുറിച്ച് നീ ഓർക്കണം. You cannot see the face of the Lord from an ordinary ground. നീ സാധാരണ നിലത്ത് നിന്ന് കർത്താവിന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല. You cannot see the face of the Lord from a contaminated ground. മലിനപ്പെട്ടതായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ മുഖത്തെ നോക്കുവാൻ കഴിയുകയില്ല. Further example we see in Exodus chapter 33. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ അടുത്ത ഉദാഹരണം നാം കാണുന്നു. There we see that Moses is having a dialogue with God. അവിടെ ഇതാ മോശ വലിയവനായ ദൈവവുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. In verse 18, Moses says, show me your glory, I want to see your glory. 18-ാം വാക്യത്തിൽ മോശ പറയുകയാണ്, കർത്താവേ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. If you read that passage down there, അത് തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ the Lord says, you can't just see, man just can't easily see my face. വലിയവനായ ദൈവം പറയുകയാണ്, മോശേ, ഒരു മനുഷ്യന് കർത്താവിന്റെ തേജസ് അങ്ങനെ കാണാൻ കഴിയുകയില്ല. But from verse 18 onwards, if you read, there is one verse like this. 18 മുതൽ നാം വായിച്ചാൽ ഇങ്ങനെ നാം കാണുന്നു, Here is a place by me. ഇവിടെ എന്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. You come and stay on the rock, stand on the rock. ആ പാറയിൽ നീ വന്ന് നിൽക്കുക. What did Moses say?
ഇവിടെ എന്താണ് കർത്താവ് I പറയുന്നത്? want to see your face. മോശ പറയുന്നു, എനിക്ക് നിന്റെ മുഖം കാണണം, I want to see your glory. എനിക്ക് നിന്റെ തേജസ് കാണണം. God obviously says no one can see my face. കർത്താവ് പറഞ്ഞു, നിനക്ക് എന്റെ മുഖം കാണുവാൻ But കഴിയുകയില്ല. because you are seeking my face, because you are longing to see my glory, നീ എന്റെ മുഖം അന്വേഷിക്കുന്നത് കൊണ്ട്, എന്റെ തേജസ് കാണുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്, I will give you a glimpse of my glory. എന്റെ തേജസ്സിന്റേതായ ഒരു എത്തിനോട്ടം ഞാൻ നിനക്ക് നൽകാം. But there is a condition. എന്നാൽ ഒരു ഉപാധിയുണ്ട്. Here is a place by me. എന്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. Go home and read that. I have no time to read. My time is running. എന്റെ സമയം ഓടിപ്പോകുന്നു, സമയമില്ല. Here is a place by me. എന്റെ അടുത്തൊരു സ്ഥലമുണ്ട്. Beloved, you have to come and stand by him if you have to see his glory. അവന്റെ മഹത്വം നിനക്ക് കാണണമെങ്കിൽ അവന്റെ അടുക്കലേക്ക് വന്ന് അടുത്ത് നിൽക്കണം. Why we have lost that vision today? എന്തുകൊണ്ട് നമുക്ക് ഇന്ന് ആ ദർശനം നഷ്ടപ്പെട്ടു? We have gone far away from him. നാം അവനിൽ നിന്ന് ദൂരേക്ക് പോയി. Mentally we have gone far away from him. മാനസികമായി നാം അവനിൽ നിന്ന് ദൂരേക്ക് പോയി. Physically we have gone far away from him. ശാരീരികമായി അവനിൽ നിന്ന് ദൂരേക്ക് പോയി. We have nothing to do with him. അവനുമായിട്ട് നമുക്കൊരു ഇടപാടില്ല. And still we say we want to see his face. അങ്ങനെ ഇരിക്കെ അവന്റെ മുഖം കാണുവാൻ നാം I ആഗ്രഹിക്കുക. want to tell you, beloved. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. Moses tried the same thing there in Exodus chapter 33. 33-ാം അധ്യായത്തിൽ മോശ അതേ കാര്യമാണ് ആഗ്രഹിച്ചത്. I will show you, I will give you a glimpse. കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് ചെറിയൊരു കാഴ്ച മാത്രം Here കാണിക്കും. is a place by me. എന്റെ അടുത്ത് ഒരു സ്ഥാനമുണ്ട്. Come and stand by me. എന്റെ അടുത്ത് വന്ന് നീ നിൽക്കുക. That too you can't see me directly. അതും പിന്നെ നിനക്ക് എന്നെ മുഖാമുഖമായി കാണുവാൻ There കഴിയുകയില്ല. is a cleft in the rock. ആ പാറയിൽ ഒരു പിളർപ്പുണ്ട്. You just hide yourself there. നിന്നെ തന്നെ അവിടെ മറച്ചുകൊള്ളുക. When I am passing over you, ഞാൻ അങ്ങനെ നിന്റെ മുമ്പാകെ കടന്നു പോകുമ്പോൾ I will cover you with my hand. ഞാൻ എന്റെ കൈ കൊണ്ട് നിന്നെ പൊത്തിക്കൊള്ളും. After I pass you, ഞാൻ പോയി കഴിയുമ്പോൾ I will remove my hand. ഞാൻ എന്റെ കൈ മാറ്റും. For now at least you can have a glimpse of my back. എന്റെ പിൻഭാഗത്ത് നീ ചെറുതായി ഒന്ന് കാണും. Beloved, we don't even have a glimpse of his back. നാം അവന്റെ പിൻഭാഗം പോലും കാണുവാൻ കഴിയുന്നവരല്ല. Where we have failed. നാം എവിടെയാണ് We പരാജയപ്പെട്ടത്? are not standing by the place that is with him. അവന്റെ അടുത്തുള്ളതായ സ്ഥാനത്ത് നാം നിൽക്കുന്നില്ല. We are gone far away from him. നാം അവനിൽ നിന്ന് വളരെ ദൂരേക്ക് പോയി. We are not hiding in the place that he is showing. അവൻ കാണിച്ചു തരുന്ന സ്ഥാനത്ത് നാം മറഞ്ഞിരിക്കുവാൻ തയ്യാറല്ല. That is why we can't see him. അതുകൊണ്ട് നാം ഇന്ന് അവനെ കാണുന്നില്ല. We are not allowing him to put his hand and cover us. അവന്റെ കരം കൊണ്ട് നമ്മെ മറയ്ക്കുവാൻ നാം അനുവദിക്കുന്നില്ല. How can he show himself to us? അവൻ എങ്ങനെയാണ് തന്നെത്താൻ നമ്മെ കാണിച്ചു തരുന്നത്? How can the glory be seen by us? എങ്ങനെയാണ് അവന്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്? Isaiah says in Isaiah chapter 6, യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, I saw the Lord sitting on the throne, കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. being worshipped by the angels, സ്വർഗ്ഗദൂതന്മാരാൽ with ആരാധിക്കപ്പെട്ടവനായി 6 wings each. 6 ചിറകുള്ളവ. Holy, holy, holy is the Lord God Almighty. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. This was the ongoing process there. ഇതാണ് സ്വർഗ്ഗത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. Immediately down, if you read like this. തുടർന്ന് നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, Isaiah says, woe unto me. ഐശയ്യാ പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, Woe unto me. എനിക്കയ്യോ കഷ്ടം, I am ruined. ഞാൻ നശിച്ചു, I am a man of unclean lips. ഞാൻ ശുദ്ധിയില്ലാത്ത തരങ്ങളുള്ള I ഒരു live മനുഷ്യൻ, among the unclean people. ശുദ്ധിയില്ലാത്ത തരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. If one has truly sought the face of the Lord, ഒരാൾക്ക് കർത്താവിന്റെ മുഖം ശരിയായി കാണണമെങ്കിൽ that is the experience he will come to. ഈ അനുഭവത്തിലേക്കാണ് വരുന്നത്. We say we have seen the Lord. നാം കർത്താവിന്റെ മുഖം കാണുവാൻ ആഗ്രഹിക്കുന്നു. We claim that we are gazing his glory every day. നാം അവന്റെ മഹത്വം എന്നും കാണുന്നുവെന്ന് അഭിമാനിക്കുന്നു. And still we walk pride. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും അഹങ്കാരമുണ്ട്. We just show forth, yes, I am the great man. ഞാനാണ് വലിയവനെന്ന് കാണിക്കുവാൻ No, ബന്ധപ്പെടുന്നു. the person who has seen the glory of God face to face will humble himself down. ദൈവമുഖത്തെ നേരിട്ട് കണ്ട അവന്റെ മഹത്വത്തെ നേരിട്ട് കണ്ട ആളുകളൊക്കെയും അവന്റെ മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തും. If we are not able to humble ourselves down today, നാം ഇന്ന് നമ്മെ തന്നെ താഴ്ത്തുവാൻ സാധിക്കുന്നില്ലെങ്കിൽ there is only one reason. അതിനൊരേ ഒരു കാരണമേ We ഉള്ളൂ, have not seen his glory. അവന്റെ മഹത്വം കണ്ടിട്ടില്ല. If we are not able to see his glory, അവന്റെ മഹത്വം ഇതുവരെയും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. there is only one reason. ഒരേ കാരണമേ ഉള്ളൂ, We are not willing to confess. നാം അവന്റെ മുമ്പാകെ ഏറ്റുപറയുവാൻ തയ്യാറല്ല. We are not willing to humble. നാം താഴ്ത്തുവാൻ തയ്യാറല്ല. The Lord tells Solomon, കർത്താവ് ശലോമോനോട് ഇങ്ങനെ പറയുന്നു, I will answer your prayers, ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും, provided my people who are called by my name should seek my face. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം
എന്റെ മുഖം അന്വേഷിക്കണം. We who are called by His name. അവന്റെ നാമത്താൽ We വിളിക്കപ്പെട്ടിരിക്കുന്നു. seek so many things in this world. നാം ഈ ലോകത്തിൽ അനേക കാര്യങ്ങൾ കാണുന്നു. We have forgotten to seek the kingdom of God. നാം ദൈവരാജ്യം അന്വേഷിക്കുവാൻ മറന്നുപോയി. Seek first His kingdom and His righteousness, and all these things shall be added unto you. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. But we have forgotten to seek the kingdom of God and His righteousness. ദൈവരാജ്യവും എന്റെ നീതിയും അന്വേഷിക്കുവാൻ നാം മറന്നുപോയി. And we are going after all these things. നാം ഈ കാര്യങ്ങളുടെ എല്ലാം പിന്നാലെ ഓടി നടക്കുക. You may find that. നാം അത് കാണുന്നു ഇവിടെ. You will get that. അത് ലഭിക്കുമോ? No, you will get that. നിനക്കത് ലഭിക്കും. Because you are seeking that. നീ അത് അന്വേഷിക്കുന്നത് But കൊണ്ട്. you will never see the glory of God. എന്നാൽ നിനക്ക് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ Yes, കഴിയില്ല. let us be the people who always truly desire, as the deer panteth for water, my soul longs for you. മാൻ നീർത്തോടുകൾക്ക് വേണ്ടി കാംക്ഷിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി കാംക്ഷിക്കുന്നവരായിട്ട് നമുക്കിരിക്കാം. From our heart. നമ്മുടെ ഹൃദയത്തിൽ നിന്നും. From the bottom of our heart. നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും. Let us tell the Lord this morning. ഇന്ന് വലിയവനായ ദൈവം ഈ രാവിലെ നമ്മളോട് ഇങ്ങനെ പറയും. Lord, I long to see you. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ നിന്റെ മുഖം കാണുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. want to gaze your glory. ഞാൻ നിന്റെ മഹത്വം കാണുവാൻ ആഗ്രഹിക്കുന്നു. I'm willing to slide down from my chair. ഞാൻ എന്റെ കസേരയിൽ നിന്നും ഊർന്നിറങ്ങുവാൻ ആഗ്രഹിക്കുന്നു. I'm willing to humble down. എന്നെ തന്നെ താഴ്ത്തുവാൻ ഞാൻ തയ്യാറാണ്. Finally, അവസാനമായി they should turn from their evil ways. അവർ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. What does it mean when he says turn from their evil ways? ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക എന്ന് പറഞ്ഞാൽ എന്താ? That means return to holiness. അതിന്റെ അർത്ഥം വിശുദ്ധിയിലേക്ക് മടങ്ങി വരിക എന്നാണ്. God is a holy God. ദൈവം വിശുദ്ധനായ ദൈവമാണ്. 1 Peter chapter 1:15 says, 1 പത്രോസ് 1:15 നാം ഇങ്ങനെ വായിക്കുന്നു, be holy for I am holy. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. The one who has called you is holy, therefore you be holy in all your deeds. നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളുടെ എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. Exodus chapter 28 we read like this. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, Verse 36. 36-ാം വാക്യത്തിൽ, When the high priest is coming to the presence of God, ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് മഹാപുരോഹിതൻ വരുമ്പോൾ, he is coming on behalf of all the people. എല്ലാ ജനങ്ങൾക്കും വേണ്ടി അവൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, Coming to the presence of God on behalf of the people who are called by the name of the Lord. യഹോവയുടെ നാമത്താൽ വിളിക്കപ്പെട്ടതായ ജനത്തിന്റെ പ്രതിനിധിയായി അവൻ നിൽക്കുമ്പോൾ, There is a engraved writing on his forehead. അവന്റെ നെറ്റിമേൽ മുദ്രക്കൊത്തായി കൊത്തിയൊരു എഴുത്തുണ്ട്, Holy to the Lord. യഹോവയ്ക്ക് വിശുദ്ധം, Holy to the Lord. യഹോവയ്ക്ക് വിശുദ്ധം. If you have to represent my people and come to my presence, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നതായ ആളുകളാണ് നാം. on behalf of the people you should have this engraving on your forehead. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നെറ്റിമേൽ ഈ കാര്യം എഴുതി വെച്ചിരിക്കുന്നു, Holy to the Lord. യഹോവയ്ക്ക് വിശുദ്ധം. My people who are called by my name. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, The greatest need of today, ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം return to the holiness. ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് വരിക. Let us take time to evaluate our lives. നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ Just 2 സമയമെടുക്കാം. more days. Today is 30th of December. ഇന്ന് ഡിസംബർ 30 കേവലം 2 ദിവസം മാത്രം. Tomorrow is the last day. നാളെയാണ് അവസാനത്തെ ദിവസം. Before we step into a new year, നാം പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് let us മുമ്പേ make a decision today. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. But somewhere, എവിടെയോ sometime, എപ്പോഴോ I will set apart ഞാൻ ഒരു സമയം മാറ്റിവെക്കും, to examine myself, എന്റെ ജീവിതത്തെ പരിശോധിക്കുവാൻ, to return to the holiness. ദൈവ വിശുദ്ധിയിലേക്ക് മടങ്ങി Let me വരുവാനായി. conclude my words here. എന്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. Solomon, I will hear your prayer. ശലോമോനെ, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. Provided my people who are called by my name, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം they return to holiness. അവർ വിശുദ്ധിയിലേക്ക് മടങ്ങി വന്നാൽ, This afternoon, just before we dispose from here, നാം ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് ഉച്ച കഴിഞ്ഞ സമയത്ത് let us put a question to our own hearts. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ചോദ്യം നമുക്ക് Where ചോദിക്കാം. we have gone away from the holiness of God. ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് നാം എവിടെയാണ് പാളിപ്പോയത്? Holiness not in the human standards. മാനുഷികമായ നിലയിലുള്ള വിശുദ്ധിയല്ല, Holiness in the eyes of God. ദൈവത്തിന്റെ കണ്ണിന് മുമ്പിലുള്ളതായ വിശുദ്ധി. Don't try to please one another. ഒരാൾ മറ്റൊരാളെ പ്രസാദിപ്പിക്കുവാൻ Is my പരിശ്രമിക്കാതിരിക്കുക. Lord pleased with what I am? Is my Lord pleased with what I am? വലിയവനായ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, That is our aim. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. Together let us take a decision. നമുക്ക് ഇന്ന് ഒരു തീരുമാനമെടുക്കാം. I'm not asking you to stand up. നിങ്ങളോട് എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ I'm not ആവശ്യപ്പെടുന്നില്ല. asking to raise your hand. നിങ്ങളുടെ കൈകളെ ഉയർത്തുവാൻ ഞാൻ പറയുന്നില്ല. But just a glimpse to return to the past year that we are going to forbid. നാം മറന്നു പോകുവാൻ പോകുന്ന ആ കഴിഞ്ഞ വർഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Lord, how was my life? എന്റെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു How കർത്താവേ? many times I slipped down from the standard of God's holiness? ദൈവത്തിന്റെ വിശുദ്ധിയിൽ ഞാൻ എത്ര പ്രാവശ്യം വീണുപോയി? I want to return. എനിക്ക് മടങ്ങി വരുവാൻ ആഗ്രഹമുണ്ട്. I am called by the name of God. ഞാൻ ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടവനാണ്. My people called by my name. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. Let us go back from here with a strong decision. ഇന്ന് രാവിലെ നമുക്കൊരു ഉറച്ച തീരുമാനത്തോടെ ഇവിടുന്ന് പോകാം. If God gives us a new year, കർത്താവ് എനിക്കൊരു പുതിയ വർഷം തന്നാൽ, we will try our best
the best of our ability to return to the holiness that God is demanding. ദൈവം ആവശ്യപ്പെടുന്ന വിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ എന്നാൽ കഴിയുന്നത് അത്രയും ഒക്കെയും ഞാൻ ചെയ്യും. Then the Lord says, then I'll heal the land. അപ്പോൾ കർത്താവ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ദേശത്തെ That is സൗഖ്യമാക്കും. the only way. അതാണ് ഏക മാർഗം. May God bless us. വലിയവനായ ദൈവം നമ്മെ May അനുഗ്രഹിക്കട്ടെ. God's name be glorified. അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ദൂത് നാം കേട്ടുകഴിഞ്ഞു. കർത്താവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. കർത്താവ് സംസാരിച്ച വചനങ്ങൾ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. വചനം സൃഷ്ടിച്ച കർത്താവിൻ്റെ ദാസന്മാരായ ജോസ് മാത്യുവിനോടും അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രിയ തോമസ് ചേക്കനോട് നന്ദി അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും കൂടി എഴുന്നേറ്റ് നിന്ന് ഒരു സമാപന ഗാനം പാടിയതിനു ശേഷം കർത്താവിൻ്റെ ദാസൻ എം എൻ സക്രിയാച്ചൻ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് നമുക്ക് പിരിഞ്ഞു പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ എപ്പോഴും നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും ഞാനെന്നും എന്റെ പ്രിയനേ, പാടും ഞാനെന്നും എന്റെ പ്രിയനേ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു കാട്ടിലെങ്ങുമേ. എന്റെ പ്രിയൻ വാനിൽ നിന്നെഴുന്നള്ളിടുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു കാട്ടിലെങ്ങുമേ. ക്ഷാമഭൂകമ്പം മതിയാരംഭം, ക്ഷാമഭൂകമ്പം മതിയാരംഭം. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. രക്ഷിതാവേ നിൻ വരവ് കാത്തു കാത്തു ഞാൻ. ഈ ദുഷ്ടലോകെ കഷ്ടതകൾ എത്ര ഏൽക്കണം. രക്ഷിതാവേ നിൻ വരവ് കാത്തു കാത്തു ഞാൻ. ഈ ദുഷ്ടലോകെ കഷ്ടതകൾ എത്ര ഏൽക്കണം. നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു, നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നു. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. എല്ലാവരും അവിടെ ഒന്നുകൂടെ ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇരിക്കണം. പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമേ, തൻ്റെ ജനത്തിനു വേണ്ടി സകലവും നിർവഹിക്കുന്നവനും എല്ലാം കരുതുന്നവനുമായ നല്ല പിതാവായ ദൈവമേ,
അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അവിടുത്തെ സന്നിധാനത്തുങ്ങൾ ഒരുമിച്ച് വരുവാനും നിന്നെ ആരാധിക്കുവാനും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുവാനും എല്ലാ കൃപകളും നൽകി അതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, സ്വന്തം പുത്രനെ തന്നെ ഞങ്ങൾ സ്നേഹിച്ച് രക്ഷിച്ച ആ സ്നേഹത്തിൽ ഞങ്ങളെ അവിടുന്ന് കാത്ത് പരിപാലിച്ചു. ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെയും അവിടുന്ന് കരുതുകയും നടത്തുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ നടന്ന ആത്മീയമായ ശുശ്രൂഷയിൽ അവിടുത്തെ വലിയ സാന്നിധ്യവും അനുഗ്രഹവും നിന്റെ ജനത്തിന് നൽകുവാൻ അവിടുന്നേക്ക് പ്രസാദം തോന്നി. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ബഹുത്വവും ബഹുമാനവും അണിഞ്ഞ നിന്റെ പുത്രനെ ഉയർത്തുവാൻ തക്കവണ്ണം സകല നാമത്തിന് മീതായുള്ള നാമം ധരിച്ചവനായ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ഈ പ്രദേശത്തെ ഒരു പ്രാവശ്യം കൂടെ നൽകിയ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ജനത്തോട് നീ സംസാരിച്ചു കൊണ്ടിരുന്നു, നിന്റെ ജനത്തോട് നീ ഏർപ്പെട്ടുകൊണ്ടിരുന്നു, നിന്റെ ജനത്തോട് നീ നിന്റെ ഉത്തരവുകൾ നിന്റെ ആലോചനകൾ അറിയിച്ചു കൊണ്ടിരുന്നു. എല്ലാ കൃപകൾക്കായും തിരുനാമത്തിന് സ്തോത്രം. 110-ാം വർഷവും നടക്കുന്നതായ ഈ കുമ്പനാട് കൺവെൻഷന്റെ ഈ ദിവസങ്ങളിൽ ആദ്യയോടന്തം അവിടുന്ന് നടത്തിയ എല്ലാ കൃപകൾക്കായും ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഈ കാര്യങ്ങളിൽ ഏർപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തൃക്കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. വചന ശുശ്രൂഷിച്ചതിന്റെ ദാസന്മാരെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. വിവിധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട ദൈവജനത്തെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. കൂടി വന്ന ദൈവജനത്തെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. എല്ലാ കൃപകൾക്കായും സ്തോത്രം. പ്രതീക്ഷിച്ചതിലധികമായ നിലയിൽ തന്നെ ജനം കൂടി വരുവാനും ആദ്യയോടന്തം ദൈവവചനം ശ്രദ്ധിക്കുവാനും അവിടുന്ന് അവസരം നൽകി. പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നിട്ടും എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും കർത്താവെ, അപ്രകാരമുള്ള കൃപകൾ നൽകി ഈ യോഗങ്ങളെ അവിടുന്ന് ആദ്യയോടന്തം മാനിച്ചതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ജനത്തോട് കാണിച്ച എല്ലാ കൃപയ്ക്കായും നിന്റെ ജനത്തോട് കാണിച്ച വലിയ കരുണയ്ക്കായും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുന്ന് കരുണയിൽ സമ്പന്നനായ ദൈവമാണ് എന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊക്കെ നൽകിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, പിന്നെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ കേട്ടതായ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ. ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകുവാൻ, അനേകർ ദൈവത്വങ്ങളിലേക്ക് മടങ്ങി വരുവാൻ, തിരിഞ്ഞു വരുവാൻ, അനേകർ ദൈവമുഖം അന്വേഷിക്കുവാൻ, തങ്ങളുടെ പാപത്തിന്റെ വഴികളവിട്ട് ദൈവത്വങ്ങളിലേക്ക് തിരിഞ്ഞ് അനേകർ ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തിന്റെ അനുഗ്രഹീതമായ കൃപകൾക്ക് അർഹരായി തീരുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കുമാറാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരായ ആളുകൾ, പാപത്തിൽ ജീവിക്കുന്നവരായ ആളുകൾ കർത്താവേ നിന്റെ വചനം കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവർ കർത്താവിനെ കൈക്കൊള്ളുവാനും രക്ഷിക്കപ്പെടുവാനും അവിടെ ഇടയാക്കുമാറാകണമേ. നിന്റെ ജനം കർത്താവേ, നിന്റെ ജനം തങ്ങളുടെ ജീവിതത്തെ പരിശോധിച്ച് മടങ്ങി വരുവാൻ, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാൻ, തങ്ങളെ തന്നെ താഴ്ത്തുവാൻ, തങ്ങളുടെ കുറവുകളും പോരായ്മകളും സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ നിന്റെ ജനത്തിനോട് കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിച്ച എല്ലാ ദൈവ നടത്തിപ്പനായും തിരുനാമത്തിന് സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ പിരിയുകയാണ്. എന്നാൽ നിന്റെ ജനത്തോടുകൂടെ ഈ ഇരിക്കുകയും പിരിയുന്നവരായ ഓരോരുത്തരോടുകൂടെയും അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കേട്ടതായ വാക്കുകൾ അത് വെറുതായി പോകാൻ ഒരിക്കലും അനുവദിക്കരുത്. ഹൃദയങ്ങളെ ചിന്തിച്ചുകൊള്ളുവാനും പിടിച്ചുകൊള്ളുവാനും നിന്റെ ജനത്തിന് കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ കുമ്പനാട് പ്രദേശത്തിന് വേണ്ടി തിരുനാമത്തിന് സ്തോത്രം. ഈ ദേശത്തെ അനേകരെ രക്ഷിക്കുവാനും ദൈവമക്കളാക്കുവാനും അവിടുത്തെ പ്രസാദം തോന്നിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ദൈവജനം കർത്താവെ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പുനർപരിശോധന നടത്തുവാനും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനും ഇടയാക്കണമേ. രക്ഷിക്കപ്പെടാത്ത കുടുംബാംഗങ്ങളുണ്ട്, അവർ രക്ഷിക്കപ്പെടാൻ ഇടയാക്കണമേ. എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ കാര്യങ്ങളിൽ ഏർപ്പെട്ട എല്ലാ ശുശ്രൂഷകന്മാർക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകന്മാർക്കും നാലാം നിലയിൽ അധ്വാനിച്ച സകല ദൈവമക്കൾക്കും വേണ്ടി അവിടുത്തെ ധാരാളമായ കൃപയും സ്വർഗീയമായ പ്രതിഫലവും നൽകണമേ. കർത്താവേ, നിന്റെ ജനത്തിന്റെ അധ്വാനങ്ങൾക്കെയും പ്രതിഫലം നൽകുന്നവനായ നല്ല ദൈവമുള്ളത് കൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ ജനത്തിനായിട്ട് ഒരുക്കപ്പെട്ടിട്ടുള്ള പ്രതിഫലങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു. ആ അനുഗ്രഹീത കാഴ്ചയോടുകൂടെ കർത്താവേ നിന്റെ സന്നിധിയിൽ നിൽക്കുന്നുള്ള ആ വലിയ പ്രതീക്ഷയോടുകൂടെ ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോകുവാൻ
സഹായിക്കണമേ. തുടർന്ന് നടക്കേണ്ട എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥനയോർത്ത സകല കാര്യങ്ങളിലും അവിടുത്തെ തുണയും കൃപയും ഉണ്ടായിരിക്കുമാറാകണമേ. പ്രാർത്ഥിച്ചതൊക്കെയും അവിടുന്ന് ശ്രദ്ധിച്ചിട്ടുള്ളതുകൊണ്ട് സ്തോത്രം. ചോദിച്ചധികമായ എല്ലാ കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. വളരെ വിനയത്തോടും വളരെ താഴ്മയോടും വളരെ വളരെ ദൈവാശ്രയത്തോടും കൂടെ ഞങ്ങളുടെ ദിവസങ്ങൾ എണ്ണിക്കഴിപ്പാൻ, മിനിറ്റുകൾ എണ്ണിക്കഴിപ്പാൻ, നീ ഞങ്ങൾക്ക് തരുന്ന നാഴികകൾ എണ്ണിക്കഴിപ്പാൻ പ്രത്യേകം ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ചോദിക്കുന്ന വിധമായ എല്ലാ നന്മകളും നൽകണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടുകൂടെയും ഈ ദേശത്തോടുകൂടെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ യോഗങ്ങളുടെയും VCD തയ്യാറായിട്ടുണ്ട്. കൂടുതൽ കോപ്പി വേണ്ടിയവർ കൗണ്ടറിൽ ബുക്ക് ചെയ്യേണ്ടതാണ്. ഈ ലോക ദുരിതങ്ങൾ സാരമില്ല, കർത്തൻ